ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രകൃതിയുടെ വശ്യമായ ചാരുതയും ഹരിതഭംഗിയുടെ മനോഹാരിതയും ഇസ്ലാമിക തനിമയുടെ മഹിത പാരമ്പര്യത്തിന്റെ ഒളിമങ്ങാത്ത അടയാളങ്ങളുമുള്ള തൃക്കരിപ്പൂർ ദേശം. 1924 ജൂലൈ 1 മഹല്ല് പ്രധാനിയായ കുറിയ അബ്ദുള്ള ഹാജിയുടെയും വൾവക്കാട് നാലൂരപ്പാട് തറവാട്ടിലെ മറിയം എന്നവരുടെയും ദാമ്പത്യവല്ലരിയിൽ വിരിഞ്ഞ വെൺകുസുമമാണ് മൗലാന എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പഠനകാലത്ത് തന്നെ വൈജ്ഞാനിക സേവന രംഗത്ത് നാന്ദി കുറിച്ചു. 1940കളിൽ ജന്മനാടായ തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും നിലനിന്ന സാമൂഹ്യ ദുരാചാരങ്ങൾ നീക്കം ചെയ്യാനുള്ള വൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് പ്രവർത്തന രംഗത്ത് കടന്നുവരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം 1979 മുതൽ ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ മതബൗദ്ധിക വിജ്ഞാന സമുച്ചയമായ ജാമിഅ സഅദിയയുടെ ജനറൽ മാനേജറായും പ്രധാന മുദരിസുമായും സേവനമനുഷ്ഠിക്കുന്നു. 1946 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അംഗത്വം നേടിയതോടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നത്. പ്രായം 20-ലെത്തിയപ്പോൾ ഉസ്താദിന്റെ മനസ്സിൽ ഉദിച്ചുവന്ന ആശയം 1951 അൽ ബയാനിലൂടെ വെളിച്ചം കണ്ടപ്പോൾ അത് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ നിമിത്തമായി. രൂപീകരണ കാലം മുതൽ അതിന്റെ മുന്നണി പോരാളിയും കാവലാളുമായ ആ മഹാമനീഷിയുടെ ബുദ്ധിയിലൂടെയാണ് കേരളം മുതൽ അന്താരാഷ്ട്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന മതവിദ്യാഭ്യാസ വിപ്ലവം ആരംഭിച്ചത്. മതഭൗതിക കലാലയങ്ങൾ ഒരു കുടക്കീഴിൽ സ്ഥാപിക്കുക എന്നത് ആദ്യമായി സാക്ഷാത്കരിച്ചതും ഈ ചിന്തകളാണ്. ഇന്ന് ഷൈഖുന എം.എ. ഉസ്താദ് മുഖവുര ആവശ്യമില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമ, ഒഴുക്കിനെതിരെ നീന്താൻ ധൈര്യം കാണിച്ച പണ്ഡിത കാരണവർ, അരനൂറ്റാണ്ടിലധികമായി കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിത ശ്രേഷ്ഠർ, വിദ്യാഭ്യാസ വിചക്ഷണൻ, ലാളിത്യവും ഗഹനവും സമ്മേളിക്കുന്ന പ്രഭാഷണ ശൈലിയുടെ ഉടമ, ഗ്രന്ഥകാരൻ, സമൂഹ പുനഃസൃഷ്ടിയിൽ സജീവ പങ്കുവഹിച്ച നിരവധി സംഘടനകളുടെ പിതാവായ സംഘാടകൻ, പ്രഗത്ഭനായ അധ്യാപകൻ, ജാടകളില്ലാത്ത ലളിതഭാവങ്ങൾ നിറഞ്ഞ വിനയാന്വിതൻ, നൂറുൽ ഉലമ പണ്ഡിത നിരയിലെ ധാമം എന്ന അപരനാമം ആ ജീവിതത്തോട് എല്ലാ അർത്ഥത്തിലും ചേർന്നു നിൽക്കുന്നു. ശൈഖുനായുടെ തൂലിക അനുഗ്രഹീതമാണ്. 50ഓളം പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ശൈഖുന. പ്രായം തളർത്താത്ത കർമ്മകുശലതയോടെ ദീനീ സേവന രംഗത്ത് കർമ്മനിരതനാണി മഹാമനീഷി. അർഹതക്കുള്ള അംഗീകാരമായി നിരവധി അവാർഡുകൾ ഉസ്താദിനെ തേടിയെത്തി. മികച്ച സാമൂഹ്യ സമുദ്ധാരണത്തിന് തിരുനാവായ ഇസ്ലാമിക് റിസർച്ച് സെന്റർ അവാർഡ്, മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് അൽ ഖോബർ ഇസ്ലാമിക് സർവീസ് സെന്റർ അവാർഡ്, സുന്നി സാഹിത്യരംഗത്ത് സ്തുത്യർഹമായ സേവനങ്ങൾക്ക് കോടമ്പുഴ ദാറുൽ മആരിഫ് ദാവ കോളേജിന്റെ ഗസാലി അവാർഡ്, 2004 SYS ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിൽ വെച്ച് അബുദാബി അൽ മുസഫ അവാർഡ്. അംഗീകാരങ്ങളുടെ പട്ടിക നീളുകയാണ്. 1989 മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ വൈസ് പ്രസിഡന്റായ ഉസ്താദ് അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ആദരണീയനായ അധ്യക്ഷൻ കൂടിയാണ്. 23-ാം വയസ്സിൽ സമസ്ത എന്ന ആധികാരിക പണ്ഡിത സഭയിലെ ഒരംഗമായി മാറിയ ഈ വൈജ്ഞാനിക ജ്യോതിർഗോളം എന്നും സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ അടിയുറച്ചു നിന്നു. പ്രതിസന്ധികളുടെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നടന്നു നീങ്ങിയ ഈ മഹാനുഭാവൻ ഇന്ന് ചരിത്രത്തിന്റെ താളുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞിരിക്കുന്നു. 1921 കാലഘട്ടങ്ങളിൽ മലയാളക്കരയിൽ ഉടലെടുത്ത ബിദ്അഈ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ പരമ്പരാഗതമായി പകർന്നു കിട്ടിയ മുസ്ലിം ഐക്യവും പൈതൃകവും നിലനിർത്താനും രൂപീകൃതമായ പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. താത്വികരായ പണ്ഡിത മഹത്തുക്കളും സാദാത്തുക്കളും ജീവൻ നൽകുകയും പരിരക്ഷിക്കുകയും ചെയ്ത ഈ സഭയുടെ ഒരംഗമായി മൗലാന എം.എ. ഉസ്താദ് രംഗപ്രവേശനം ചെയ്യുന്നത് 1946 ബിദ്അഈ ചിന്താധാരകളുടെ കടന്നാക്രമണങ്ങളെ നെഞ്ചുറപ്പോടെ പ്രതിരോധിക്കുകയും ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ ആധാരമാക്കി ആചാരാനുഷ്ഠാനങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നതിൽ സമസ്ത എന്ന പണ്ഡിത സഭ വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഭദ്രമായ അടിത്തറയും കെട്ടുറപ്പുമുള്ള ഈ പണ്ഡിത സഭ
1989 രൂക്ഷമായ അഭിപ്രായ ഭിന്നതകൾ സൃഷ്ടിച്ച കാറ്റിലും കോളിലും ആടിയുലഞ്ഞു. അങ്ങനെ ദൗർഭാഗ്യകരവും എന്നാൽ അനിവാര്യവുമായ ആ പിളർപ്പ് സംഭവിച്ചു. സമസ്തയുടെ സച്ചരിതരായ പണ്ഡിത ശ്രേഷ്ഠരുടെ ആശീർവാദത്തോടെ 63 വർഷങ്ങൾക്ക് മുമ്പ് സംഘടനാ ഗോതയിലേക്ക് കാലെടുത്തു വെച്ച ഷെയ്ഖുന MA ഉസ്താദ് 80 പിന്നിട്ട സമസ്തയുടെ ചരിത്രം മായം കലർത്താതെ ഉല്ലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് സമസ്തയുടെ ചരിത്രം ആധികാരികമായി സംസാരിക്കാൻ MA ഉസ്താദിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വിജ്ഞാനത്തിന്റെ കരകാണാ സാഗരത്തിൽ നീന്തിക്കുളിച്ച ഈ മഹാനുഭാവൻ സമസ്തയുടെ ചരിത്രം പറയുകയാണിവിടെ. അധാർമികതയുടെ കൊടുംവനത്തിൽ ആദർശത്തിന്റെ കൊടുങ്കാറ്റ് വിതച്ച് പൈശാചിക പടുവൃക്ഷങ്ങളെ കടപുഴക്കിയെറിഞ്ഞ സമസ്തയെന്ന പണ്ഡിത സഭയുടെ നയങ്ങൾ, നിലപാടുകൾ, ധീരമായ ഇടപെടലുകൾ, ചരിത്ര സത്യങ്ങൾ, അതിന്റെ ഉറവിടങ്ങളിൽ നിന്നറിയാൻ ചരിത്രാന്വേഷകർക്കായി നൂറുൽ ഉലമ മൗലാന MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ മനസ്സ് തുറന്നു സംസാരിക്കുന്നു. സമസ്തയുടെ വസ്തുനിഷ്ഠമായ ചരിത്ര സത്യങ്ങളെ സ്പഷ്ടവും സ്ഫുടവുമായ ഭാഷയിൽ ജനസമക്ഷം ബോധിപ്പിക്കുവാൻ ഹാഫിൽ NKM ബെളിഞ്ച നടത്തിയ കൂടിക്കാഴ്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ അടങ്ങിയ ദൃശ്യാവിഷ്കാരമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. വികലമായി പ്രചരിക്കപ്പെടുന്ന സമസ്തയുടെ ചരിത്ര സത്യങ്ങളെ അടിസ്ഥാന പ്രമാണങ്ങളുടെയും രേഖപ്പെട്ടു കിടക്കുന്ന തെളിവുകളുടെയും പിൻബലത്തോടെ സമർത്ഥിക്കുന്ന അമൂല്യമായ ഒരു ഉപഹാരമാണിത്. സാമൂഹ്യ സേവന ജീവകാരുണ്യ മേഖലകളിലെ സജീവ സാന്നിധ്യമായി ഇസ്ലാമികാധ്യാത്മിക പ്രഭാഷണ വേദികളിലെ കരുത്തുറ്റ പ്രതിഭകളെയും നിരവധി ഗ്രന്ഥരചയിതാക്കളെയും സമൂഹത്തിന് സമർപ്പിച്ച സാദിയ ശരിയത്ത് കോളേജ് വിദ്യാർത്ഥികളുടെ മിസ്ബാഹ് സ്വാദ സ്റ്റുഡൻസ് അസോസിയേഷൻ MSSA കൈരളിക്ക് സമർപ്പിക്കുന്ന ജ്ഞാനോപഹാരം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. ഇസ്രീസിന്റെ 50ാം വാർഷിക സമ്മേളനത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ 50 വർഷക്കാലം ആദ്യമായി നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് കയ്യും, പക്ഷേ 59 പുനഃസംഘടിപ്പിച്ചത് മുതൽ ആദ്യമായി പൂന്താവൻ അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ KV മുഹമ്മദ് മുസ്ലിയാർ, മുഹമ്മദ് ബഷീർ മുസ്ലിയാർ, അനന്തരം ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം മശായിഖുൽ ശൈഖായ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ അല്ലാഹു മർക്കദു. അതിനെല്ലാം ശേഷം പിന്നീട് നമ്മുടെ ഗതവീര്യനായ മഹാനായിരിക്കുന്ന ബർഹവും അസം മുസ്ലിയാർ അല്ലാഹു മർക്കദു. ഈ മഹാന്മാരെല്ലാം നയിച്ച സംഘടനയുടെ 50ാം വാർഷികമാണ് ഇവിടെ കൊണ്ടാടും. ഞാനിത് പറയുന്നത് ഈ മഹാന്മാരെ അവഗണിക്കാൻ കേരളത്തിന് സുന്നികളല്ല, ഈ കേരളത്തിന്റെ ചരിത്രമറിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധ്യമാണോ എന്ന് നിങ്ങൾ ആലോചിക്കും. അതിനുശേഷമാവാം സമാന്തരമോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റോ സംസാരിക്കും. ചരിത്രപരമായി ചരിത്രം നിശ്ചയിച്ചുകൊണ്ട് ഇന്ന് രാത്രി പകലാണെന്ന് പറയാൻ നാവിന് സാധിക്കും, പക്ഷേ കണ്ണ് മീച്ചു നോക്കുന്നവരെ ധൈര്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ 985 മഹാനായിരിക്കുന്ന ശംസുൽ ഉലമ വിരച്ചുകൊണ്ട് പറയുന്നത് പോലെ ഇവിടെ 80 വർഷമായി പ്രവർത്തിക്കുന്ന ഉലമാഇന്റെ അനന്തരാവകാശികളായിരിക്കുന്ന സുന്നി സംഘത്തിന്റെ പ്രവർത്തകന്മാരാണ് ഈ അണിനിരന്നിരിക്കുന്ന മഹാസമുദ്രം. ഇതിനെ അവഗണിക്കാൻ ഗവൺമെന്റിന് സാധ്യമല്ല, രാഷ്ട്രീയക്കാർക്കും സാധ്യമല്ല,
ഈ ലോകത്തിനും സാധ്യമല്ല. കാരണം ഹക്ക് ഇവിടെ നിലനിർത്താൻ മാലിക് ദിനാർ പറഞ്ഞതുപോലെ 5-ാമത്തെ വർഷത്തിൽ ഇവിടെ ഉയർത്തിയിരിക്കുന്ന മഹത്തായിരിക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാമിനെ ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്ന അവസരത്തിലാണ് മഹാന്മാരായിരിക്കുന്ന ആലിമികൾ ഇവിടെ പറഞ്ഞുവല്ലോ. 58 വർഷങ്ങൾക്ക് മുൻപ് മഹാനായിരിക്കുന്ന അതിന്റെ സ്ഥാപക നേതാവ് മഹാനായിരിക്കുന്ന ശൈഖുന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അല്ലാഹു ബർക്കത്തുഹു തങ്ങളുള്ളവർ ആ മഹാനിൽ നിന്ന് രസീത് വാങ്ങിക്കൊണ്ട് ഇവിടെ വന്നതാണ്. ഈ ഞാൻ ആരെയും പറയുന്നില്ല, എങ്കിലും പാരമ്പര്യമുള്ളതായിരിക്കുന്ന ഒരു പ്രവർത്തകൻ ഇവിടെ മുമ്പിലുണ്ടെങ്കിൽ ചരിത്രം പറയണം. ഞാൻ എത്ര പറയുള്ളൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണ പശ്ചാത്തലം. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ തെളിവാണ് മാടായി പള്ളിയിൽ സനത്ത് ഹംസ് എന്ന് അവിടുത്തെ കട്ടിലേക്ക് എഴുതി വെച്ചിട്ടുള്ളത്. അന്നു മുതൽ 920 വരെയുള്ള കാലം ബഹുമാനപ്പെട്ട ആലിമീങ്ങളുടെയും സാദാത്തിന്റെയും നേതൃത്വത്തിൽ വിശ്വാസവും ആചാരവും എല്ലാം ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നടന്നു വരികയായിരുന്നു. അതിനുള്ള വ്യതിയാനം 920 ശേഷം ചില മൗലവിമാര് പുതിയ വാദങ്ങളുമായി മുമ്പോട്ട് വന്നപ്പോൾ ഉലമ ഇനി സംഘടിക്കേണ്ടുന്ന ആവശ്യകത ബോധ്യം വന്നു. അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായിരിക്കുന്ന ഉലമ സംഘടന ഉണ്ടാകുന്നത്. അതേസമയത്ത് കേരള ജമിയത്തുൽ ഉലമ എന്നൊരു സംഘടന നവീന ആശയത്തിൽപ്പെട്ട പണ്ഡിതന്മാർ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലം ഖിലാഫത്ത് പ്രസ്ഥാനം ആഗോളതലത്തിൽ വിശിഷ്യ ഇന്ത്യയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കെ അതിൽ ഭാഗമാക്കാനായി നമ്മുടെ ആലിമ്യങ്ങളും ഒരു വിധത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഖിലാഫത്ത് സമ്മേളനത്തിൽ വലിയൊരു സമ്മേളനം കോയമ്പത്തൂർ നടന്നപ്പോൾ അവിടത്തേക്ക് നമ്മുടെ പണ്ഡിതന്മാരായ പിൽക്കാലത്ത് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മൗലാന മുഹമ്മദ് അബ്ദുൽ ബാരി റഹ്മത്തുള്ളാഹി തങ്ങൾ പോലത്തെ ആലിമ്യങ്ങളും പങ്കെടുക്കുകയുണ്ടായി. അവിടെ വെച്ച് ഈ പുതിയ ആശയക്കാരായ പണ്ഡിതന്മാർ ഒരു ജമിയത്തുൽ ഉലമ ഉണ്ടാക്കണം എന്ന് അഭിപ്രായപ്പെടുകയും എങ്കിലത് കേരളത്തിലുള്ള ആലിമീങ്ങളെ ആയി ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ സാന്നിധ്യത്തിൽ ആയേ പറ്റൂ എന്ന് അബ്ദുൽ ബാരി തങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞെങ്കിലും അത് അവഗണിച്ചുകൊണ്ട് അവിടെ വെച്ച് കേരള ജമിയത്തുൽ ഉലമ എന്നൊരു സംഘടന രൂപീകരിച്ചു. അതാണ് എൻ്റെ ഓർമ്മ. അത് പിന്നീട് വന്ന് കേരളത്തിൽ പിന്നെയും അവർ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സുന്നികളായ ആലിമീങ്ങൾക്ക് ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അത്യന്താപേക്ഷിതമായ അവസ്ഥ വരികയും ആ സാഹചര്യത്തിൽ ആ പശ്ചാത്തലത്തിലാണ് സമസ്ത ജമിയത്തുൽ ഉലമ രൂപം കൊടുക്കുന്നത്. കുറേ പറയാനുണ്ടെങ്കിലും അതിൻ്റെ ആദ്യ ഗണിക എന്നുള്ള നിലയ്ക്ക് കോഴിക്കോട് പുതിയങ്ങാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വരക്കൽ മുല്ലക്കയറ്റങ്ങൾ റഹ്മത്തുള്ളാഹി തങ്ങൾ വലിയ കറാമത്തിൻ്റെയും അസറിൻ്റെയും ആൾ കൂടിയായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു. ആ മഹാനവറുകൾ ആലിമീങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ചും അന്ന് കണ്ണായ പ്രസംഗത്തിലും അതുപോലെ തന്നെ ദീനി പ്രസംഗത്തിൽ വേദലും ഏറ്റവും ശോഭിച്ചിരുന്ന മഹാനായിരിക്കുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തങ്ങളെ വിളിച്ച് പ്രചരണം നടത്താൻ ആജ്ഞാപിക്കുകയും അങ്ങനെ തന്റെ നേതൃത്വത്തിൽ സംഘടിച്ചുകൊണ്ട് സമസ്ത ജമിയത്തുൽ ഉലമ സ്ഥാപിതമായി. കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമയായി മാറിയതിന് പിന്നിലെ രഹസ്യം മാറിയതല്ല. കേരള ജമിയത്തുൽ ഉലമ അവരങ്ങനെ തുടങ്ങി പേശ നിലക്ക് ഇന്നും തുടരുക. പിന്നെ നേതൃത്വത്തിൽ മുജാഹിദീനായി രൂപാന്തരപ്പെട്ടു എന്ന് മാത്രം. സമസ്ത ജമിയത്തുൽ ഉലമ ആലിമീങ്ങൾ തങ്ങളവരുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായതും ഇന്നുവരെ തുടർന്നു. ഇന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരമ്പര മുറിയാത്തതാണ്. അത് മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചതല്ല, സ്വന്തമായി തന്നെയുള്ള മുസ്തഖില്ലായ സംഘടനയാണ്. കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിലാണല്ലോ സംഘടന രൂപീകരിച്ചത് പണ്ഡിത സഭ. പിന്നീട് എന്ന് പറഞ്ഞുകൂടാ. അത് വ്യക്തമായ ജനങ്ങൾക്കിടയിൽ സമസ്ത എന്നുള്ള പേര് പ്രചരിച്ചിരുന്നു ഇല്ല എന്ന് പറയാം. അതുകൊണ്ടാണ്
കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സമ്മേളനം നടത്താൻ പാടില്ല എന്ന് കേരള ജമിയത്തുൽ ഉലമാൻ്റെ KM മൗലവി നോട്ടീസ് അയക്കാൻ കാരണം. നേരെ മറിച്ച് സമസ്ത അന്ന് ഫറൂഖിലുണ്ടായതല്ല. സമസ്ത എന്നുള്ളത് നേരത്തെ ഉണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ അത്ര ശ്രുതി ഉണ്ടായില്ല എന്ന് മാത്രമേ പറയാനാവുകയുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അതിന് മറുപടി കൊടുത്തത് അങ്ങനെയാണ്. നിങ്ങൾ കേരള ജമിയത്തുൽ ഉലമാൻ്റെ അടിസ്ഥാനത്തിൽ സമ്മേളിക്കാൻ പാടില്ല എന്നാണ് ആവശ്യപ്പെടുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമാൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംഘടിക്കാൻ പോകുന്നതെന്ന് മറുപടി കൊടുക്കുകയും സംഘടിക്കുകയും സമ്മേളനം നടത്തുകയും ചെയ്തു. അത് തന്നെ വ്യക്തമായ തെളിവാണ്. ഫറൂഖിൽ വെച്ചുണ്ടാക്കിയതല്ല. ഫറൂഖിൽ മറുപടി കൊടുക്കുന്ന അവസരത്തിൽ ജനങ്ങളെ സമസ്ത എന്നുള്ള പേര് ബോധ്യപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സമസ്തയുടെ രൂപീകരണം എവിടെ വെച്ചാണ് നടന്നത്? ആരായിരുന്നു പ്രഥമ അധ്യക്ഷൻ? രൂപീകരണം പേരിനൊരു അഡ്ഹോക് കമ്മിറ്റി എന്ന നിലക്ക് പാറോൽ ഹുസൈൻ സാഹിബ് അടക്കമുള്ള പേരെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. എങ്കിലും അത് വ്യാപകമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ രൂപീകരിച്ചത് മുതൽക്കാണ് അതിൻ്റെ ശരിയായ ഘട്ടം. മറ്റത് ഈ റീഹേഴ്സൽ എന്നോ അല്ലെങ്കിൽ അഡ്ഹോക് എന്നോ പേര് പറയാവുന്ന നിലക്ക് ഒരു സംഭവം നടത്തുമെന്നേ ഉള്ളൂ. അതിൻ്റെ ബാധ്യത നമുക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യവുമില്ല. സമസ്തയുടെ പതാക അംഗീകരിച്ചത് എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്? ഏത് വർഷത്തിലാണത്? വർഷം ഇപ്പോൾ ഓർമ്മയില്ലെങ്കിൽ 22ാം സമ്മേളനത്തിൽ കാസർഗോഡ് വെച്ചാണ് പതാക അംഗീകരിച്ചത്. അന്ന് ഇന്ന് സംസ്ഥാന ജമിയത്തുൽ ഉലമാൻ്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സദഖത്തുൽ മുസ്ലിയാർ പോലത്തവരെല്ലാം സംഘടിച്ചുകൊണ്ടാണ് ആ പതാക അംഗീകരിച്ചിരിക്കുന്നത്. കാസർഗോഡ് വെച്ചാണ്. അന്ന് അംഗീകരിച്ച പതാകയ്ക്ക് ഇനി ഏതെങ്കിലും വിധത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റമൊന്നും വന്നിട്ടില്ല. പരിഷ്കരിച്ചിട്ടുണ്ടാകും. മാറ്റമൊന്നും വന്നിട്ടില്ല. എന്താണ് ഇശാഅത്ത് കമ്മിറ്റിയും ആമില സംഘവും? ഇത് രൂപീകരിക്കാനുള്ള കാരണവും പശ്ചാത്തലവും വിശദീകരിക്കാമോ? ആരാണ് ഇതിന്റെ സാരഥികൾ? ആമില ഇശാഅത്ത് കമ്മിറ്റി എൻ്റെ ഓർമ്മ പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന മുഷാവറയിലാണ്. ഞാനന്ന് മുഷാവറ മെമ്പറല്ല. അതേ അവസരത്തിൽ ബഹുമാനപ്പെട്ട മർഹൂം പറവണ്ണ വേദൻകുട്ടി മുസ്ലിയാർ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ബഹുമാനപ്പെട്ട അദ്ദേഹം അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ജനങ്ങളിടയിൽ പ്രചരിപ്പിക്കേണ്ട ആവശ്യം ആരംഭിച്ചിരിക്കുന്നു. ഇനി ആലിമീങ്ങൾ എന്ന നിലക്ക് എവിടെയെങ്കിലും വിളിച്ചാൽ അവരെ അവശതകൾ തീർക്കുകയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സംശയം ദൂരീകരിക്കുകയോ ചെയ്താൽ പോരാ, ജനങ്ങളെ കൂടി ബോധ്യമുണ്ടാക്കണമെങ്കിൽ ജനങ്ങളിൽ നിന്നുകൂടി പ്രാതിനിധ്യമുള്ള ഒരു സ്വഭാവം വേണം. അതിനാണ് ആമില ഇശാഅത്ത് കമ്മിറ്റി എന്നുള്ള നിലക്ക് രൂപം കൊടുത്തത്. അതെൻ്റെ കുറിപ്പിലും സമസ്തൻ്റെ ചരിത്രത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കാവുന്ന സാരഥികൾ പറവണ്ണ അടക്കമുള്ളവരാണ്. അതാ അവിടെ ആ പുസ്തകത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. 1954 താനൂരിൽ വെച്ച് നടന്ന സമസ്തയുടെ 20ാം വാർഷിക സമ്മേളനത്തിൽ വെച്ചാണ് ആമില സംഘം സുന്നി യുവജന സംഘമായി രൂപാന്തരപ്പെട്ടത് എന്ന് പറയപ്പെടുന്നല്ലോ. 54 അല്ലേ? 54 സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. നേരത്തെ പറഞ്ഞ ആമില എന്ന പേരുണ്ടായ കാലത്ത് ഞാൻ മുഷാവറയിൽ ഉണ്ടായിട്ടില്ല. 54 താനൂർ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് പേർ യുവാക്കളും യുവ പണ്ഡിതന്മാരും ഒരു റൂമിലിരുന്ന് ചിന്തിച്ചതാണ് യുവാക്കൾക്ക് ഒരു സംഘടന നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ജനങ്ങളെ സംഘടിപ്പിക്കണം. അത് പഴയ ആമില സംഘടന അതിനെ പുനരുജ്ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടേയില്ല. മറിച്ച് സാഹചര്യം മാറി ഇന്ത്യ സ്വതന്ത്രമായി കേരളം സ്റ്റേറ്റ് മലയാള സ്റ്റേറ്റായി. ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ വ്യാപകമായ നിലക്കുള്ള പ്രസിദ്ധീകരണങ്ങളും റീഡിംഗ് റൂമുകളും വായനാശാലകളും അതുവഴിയായി വായനകൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ പല ആശയങ്ങൾ ഉദാഹരണത്തിന് സോഷ്യലിസം, കമ്മ്യൂണിസം, ഖാദിയാനിസം, വഹാബിസം തുടങ്ങിയിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളും അതുപോലെ സമ്മേളനങ്ങളും വ്യാപകമായപ്പോൾ ഇനി ജനങ്ങൾക്ക് ബോധമുണ്ടാകണമെങ്കിൽ ജനങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ നിർബന്ധമാണ് എന്ന് ഞങ്ങൾ 5-6 പേരിരുന്ന് ചർച്ച ചെയ്യും. അങ്ങനെ അത് നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നേതാക്കന്മാർ അവിടെ വെച്ച് പ്രസംഗിക്കുകയും അടുത്ത ദിവസം കോഴിക്കോട് കുറ്റിച്ചെറിയിൽ വെച്ച് അതിൻ്റെ
ആദ്യത്തെ യോഗം ചേരുകയും ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതാണ്. അല്ലാതെ ആമിര സംഘവുമായിട്ട് അതിന് ബന്ധമുള്ളതായിട്ട് ഞാനറിയില്ല. ആമിര സംഘം SVS മാറിയതല്ലെന്നാണ് ഞാൻ അങ്ങനെ മാറിയെന്ന് പറയാൻ നിർത്തിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ആമില സംഘം എന്നൊരു പേര് മുമ്പുണ്ടായിരുന്നെങ്കിലും അത് പ്രയോഗത്തിൽ വരുത്തിയതായിട്ട് ഇക്കാലൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ പുനരുദ്ധരിക്കുക എന്നുള്ള പ്രശ്നവും ഉത്ഭവിക്കുന്നില്ല. മറിച്ച് കേരളം ഉടലെടുത്ത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യവും ജനങ്ങൾ പിഴച്ചു പോകുന്നതും കണ്ട് അതിൽ നിന്ന് ജനങ്ങളെ ഉത്ബദ്ധരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് SVS രൂപീകരിച്ചത്. അതിന് ആമില സംഘത്തിൻ്റെ പ്രവൃത്തി കൂടി അതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ പുനരുദ്ധീകരണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ രൂപമാറ്റമൊന്നോ അതിന് പറയാൻ സാധ്യമല്ല എന്നാണ് അതിൻ്റെ സ്ഥാപക മെമ്പർമാരിൽപ്പെട്ട ഒരാളെന്നുള്ള എനിക്ക് പറയാനുള്ളത്. സംഘടനയുടെ രൂപീകരണം 1954 നടന്നുവെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക കീഴ്ഘടകമായി അംഗീകരിച്ചത് 1961 സമസ്ത സമ്മേളനത്തിലാണോ? അത് ശരിയാണ്. അത് ഏതാണ്ട് 54 മുതൽ 57 വരെയുള്ള കാലഘട്ടത്തിൽ അന്ന് രൂപീകരിച്ച നേതാക്കന്മാർ പണ്ഡിതന്മാർ അല്ലാതിരിക്കുകയും അതോടൊപ്പം തന്നെ വേണ്ടത്ര ജനങ്ങൾക്കിടയിൽ അതിൻ്റെ പ്രചോദനം ലഭിക്കാതിരിക്കുകയും ചെയ്ത ഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ സുന്നീയ സംഘം എന്തിന് എന്ന് പ്രത്യേകമായ ഒരു ലഘുലേഖ ഞാൻ എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. 57 അത് പുനരുദ്ധരിച്ചു എന്ന് പറയാം. കാരണം പൂന്താവനം ബഹുമാനപ്പെട്ട കൊടശ്ശേരി അബ്ദുള്ള മുസ്ലിയാർ പ്രസിഡന്റായി തിരഞ്ഞെടുത്തുകൊണ്ട് പുനരുദ്ധരീകരിച്ചു എന്ന് പറയാം. പക്ഷെ നിലവിലുള്ള സംഘടനയ്ക്ക് ഒരു പണ്ഡിത നേതൃത്വം എന്ന പുനരുദ്ധീകരണമാണ് 57 അത് മുതൽക്കാണ് സുന്നീയ സംഘത്തിൻ്റെ പുനരുദ്ധാരണവും അതിൻ്റെ എല്ലാ പുരോഗതിയും ആരംഭിക്കുന്നത്. അതിൽ പ്രധാന കണ്ണിയായിരുന്നു അന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട പൂന്താവനം അബ്ദുള്ള മുസ്ലിയാർ. SVSന്റെ ആദ്യകാല നേതാക്കന്മാർ ആരെല്ലാമാണ്? ആദ്യകാല നേതാക്കന്മാർ ഞാൻ പറഞ്ഞു രൂപീകരിക്കുന്ന കാലത്ത് കുട്ടിയസനാരി, പിന്നീട് നൂരിഷ തരീഖത്തിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ പുറത്താക്കേണ്ടി വന്ന കുട്ടിയസനാരി ആയിരുന്നു പ്രസിഡന്റ്. മരിക്കുന്നവരെയും സുന്നീയ സംഘത്തിൻ്റെ സജീവ പോരാളിയായി പ്രവർത്തിച്ച മാത്തോട്ട് മുഹമ്മദ് കോയായിരുന്നു അതിൻ്റെ സെക്രട്ടറി. അതിൽ ഞങ്ങളൊക്കെ ഭാഗം എന്നുള്ള കമ്മിറ്റികൾ ഇപ്പോൾ ഓർമ്മയില്ലെങ്കിലും അതിലൊരു മെമ്പർ തന്നെയാണ് വിനീതനായ ഞാനും. 1968 ശേഷം PMS പൂക്കോയ തങ്ങളും ഉമർ ബാഫക്കി തങ്ങളും SVSലും സമസ്തയിലും കടന്നു വന്നപ്പോൾ സമസ്തയുടെ ആലിമീങ്ങളിൽ നിന്ന് ചിലർക്ക് വിയോജിപ്പുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നല്ലോ. PMS പൂക്കോയ തങ്ങൾ മുഷാവറയിലും അതുപോലെ തന്നെ SVSന്റെ പ്രസിഡന്റുമായി വന്നിരുന്നു. അതിൽ സ്വാഭാവികമായും ചില രാഷ്ട്രീയക്കാർക്ക്, ഉദാഹരണത്തിന് അന്ന് ലീഗിലും കോൺഗ്രസിലുമുള്ള പ്രധാന പ്രവർത്തകന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചില കോൺഗ്രസ് ആശയക്കാർക്ക് അതൃപ്തി ഉണ്ടാവാം, പക്ഷെ അത് ബാഹ്യമായിട്ടുണ്ടായിട്ടില്ല. UMS പൂക്കോയ തങ്ങൾ അതുപോലെ ഉമർ ബാഫക്കി തങ്ങൾ സംഘടനയിലേക്ക് വന്നായി എൻ്റെ ഓർമ്മയിലില്ല. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങൾ അതിനു മുമ്പ് തന്നെ മുഷാവറയിലും പിന്നീട് സമസ്തയുടെ എല്ലാ സമ്മേളനത്തിലും SVSന്റെ സമ്മേളനത്തിലും ഒക്കെ നിറ സാന്നിധ്യമുള്ള മഹാനായിരുന്നു. ഉമർ ബാഫക്കി അതിനുണ്ടായാൽ എൻ്റെ ഓർമ്മയിലില്ല. ആലിമീങ്ങളിൽ ചിലർക്ക് വിയോജിപ്പുണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. വിയോജിപ്പല്ല, അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പറയാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ അന്ന് സ്വാഭാവികമായും ഞാൻ പറഞ്ഞാൽ പിന്നീട് സെക്രട്ടറി ആയിരുന്ന ശംസുൽ ഉലമ കോൺഗ്രസ് ആശയക്കാരനായിരുന്നു ആ സമയത്ത്. പിന്നീടാണ് അദ്ദേഹം അതിൽ നിന്ന് മാറി അഖിലേന്ത്യൻ്റെ അനുഭാവിയായി പിന്നെ യൂണിയൻ ലീഗിൻ്റെ ആളായിട്ട് അവസാനിച്ചത്. അപ്പോൾ അത് രാഷ്ട്രീയമാണ്. അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായും അതൃപ്തി ഉണ്ടാവാം, അതല്ലാതെ അത് പ്രകടമാകുകയും അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുകയോ നടന്നിട്ടില്ല എൻ്റെ അറിവിൽ. സദഖത്തുള്ള മുസ്ലിയാർക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടായിരുന്നു? അതെ, മൂപ്പരും ഈ പറഞ്ഞ മാതിരി മുസ്ലിം ലീഗിനോട് വലിയ യോജിപ്പുള്ള ആളല്ലായിരുന്നു. അതുകൊണ്ട് മൂപ്പർക്കും അതൃപ്തി ഉണ്ടായിരുന്നു. അത് റെക്കോർഡാക്കിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെയും KP ഉസ്മാൻ സാഹിബിനെയും നീക്കം ചെയ്യാൻ ചിലർ കരുനീക്കം നടത്തിയത് കൊണ്ടാണല്ലോ ഇവരെ അഖിലേന്ത്യാ തലത്തിലേക്ക് ഉയർത്താനുള്ള കാരണം. നീക്കം ചെയ്യാനെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ കൂടെ അന്ന് ഇന്നും ദീർഘസാക്ഷിയാണല്ലോ. അങ്ങനെ നീക്കം ചെയ്യാന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് ഉസ്മാൻ സാഹിബ്
ചില അസൗകര്യങ്ങൾ കൊണ്ട് ഒഴിഞ്ഞു നിൽക്കാൻ ഉദ്ദേശിച്ചപ്പം ചാപ്പനങ്ങാടി പ്രസിഡന്റായ മഹാനായിരിക്കുന്നത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരാണ് എബിന് സെക്രട്ടറി ആയിട്ട് അഭിപ്രായപ്പെടുകയും മൂപ്പര് ആശയം പ്രസിഡന്റായത് മുതൽക്ക് തന്നെ സുന്നി സംഘം അഖിലേന്ത്യാ തലത്തിൽ വ്യാപിക്കണം എന്ന ആശയത്തിൽ സാധാരണ പ്രസംഗിക്കുകയും എപ്പോഴും പ്രചോദിപ്പിക്കുകയും ചെയ്ത ആളായിരുന്നു ചാപ്പനങ്ങാടി. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് അസം മുസ്ലിയാർ പ്രസിഡന്റായി വരുമ്പോൾ മൂപ്പര് അഖിലേന്ത്യാ തലത്തിൽ ആശയം ചാപ്പനങ്ങാടിൻ്റെ ആശയം അഖിലേന്ത്യാ തലത്തിൽ സുന്നി സംഘം വ്യാപിപ്പിക്കുക എന്ന ആശയം മൂപ്പരതായതുകൊണ്ട് മൂപ്പര് പ്രസിഡന്റാക്കി എന്നുള്ളതല്ലാതെ അവിടെ ഒരു തഴയലോ അല്ലെങ്കിൽ മാറ്റി നിർത്തലോ ഉണ്ടായതായിട്ടുള്ള അനുഭവം എനിക്കില്ല. ആരെങ്കിലും പഠിച്ചുണ്ടാക്കുന്നതിന് ഞാൻ ഉത്തരവാദിയാണ്. ഉസ്താദ് SYSന്റെ പ്രസിഡന്റ് ആകുന്നത് എപ്പോഴാണ്? ആരായിരുന്നു സെക്രട്ടറി? ഞാൻ പ്രസിഡന്റാവുന്നത് അസം മുസ്ലിയാർ മരിച്ച അവസരത്തിൽ അന്നും അതിനു മുമ്പും AP അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറിയാണ്. മിക്കവാറും 88 മുതൽ 78 എന്താ ഓർമ്മയില്ല, 92 വരെയുള്ള 13 കൊല്ലക്കാലം. ആദ്യം പിന്നെ അവിടെ കൂടിക്കോളൂ. 92 മുമ്പുള്ള 13 കൊല്ലക്കാലം ഞാൻ അതിൻ്റെ പ്രസിഡന്റായിരുന്നു. അന്നൊക്കെ സെക്രട്ടറി AP അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ്. 1989 SYS പുനഃസംഘടിപ്പിച്ചു എന്ന് പറയപ്പെടുന്നല്ലോ. അങ്ങനെ ഒരു പുനഃസംഘടിപ്പിക്കലുണ്ടായതായി ഞാൻ ഓർക്കുന്നില്ല. ഞാൻ 54 മുതൽ ഇന്നേ വരെ പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞിട്ടും ഈ കൊല്ലവും ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഇന്ന് വരെ SYSന്റെ ഒരു മെമ്പറും പ്രവർത്തകനുമാണ്. ഒരു പുനഃസംഘടന നടന്നതായി ഞാൻ അറിയില്ല. തുടർച്ചയായി അന്ന് മുതൽ ഇന്നേ വരെ മാറി മാറി വരുന്ന പ്രസിഡന്റ് സെക്രട്ടറിമാരും എന്നല്ലാതെ പ്രത്യേകമായൊരു പുനഃസംഘടിപ്പിക്കലോ അല്ലെങ്കിൽ പുനരുദ്ധരിക്കലോ ഒന്നും സുന്നി സംഘടനയ്ക്ക് ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ആ പേരിൽ ആരെങ്കിലും പിന്നീട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് SYSന് ബാധകമല്ല. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് SYSലേക്ക് കടന്നു വന്നതിന് ശേഷമാണോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത് എന്ന് പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ അയാളെ ജോയിന്റ് സെക്രട്ടറിയായും അതുപോലെ തന്നെ സമസ്തന്റെ വാദപ്രതിവാദങ്ങളിൽ അസം മുസ്ലിയാരോട് കൂടി അദ്ദേഹത്തെ മുഷാവറിന് പലപ്പോഴും അധികാരപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങളൊക്കെ മറക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പ്രശ്നം അതുപോലെ ഉണ്ടായെന്ന് പറഞ്ഞുകൂടെ. നേരെ മറിച്ച് അയാൾ വളർച്ചയിൽ അസൂയുണ്ടായ ചിലർക്ക് അത് കാരണമായി പിന്നീട് പലതും നടന്നു. അക്കൂട്ടത്തിലൊന്ന് പ്രശ്നം എന്ന് പറയാ അല്ലാതെ അയാൾ വന്നപ്പോൾ പ്രശ്നമാക്കി എന്ന് പറയുന്നത് ശരിയായിരിക്കും. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാനുണ്ടായ കാരണം, ഇതിൽ ഉസ്താദിന്റെ പങ്ക്? അത് അന്ന് ഇന്ത്യ സ്വതന്ത്രമായി ഭൗതിക വിദ്യാഭ്യാസം മുസ്ലിംകൾക്ക് മറ്റ് സമുദായത്തെ പോലെ നിർബന്ധമായും കൂടാതെ കഴിയില്ല എന്ന നിലപാട് വരികയും അങ്ങനെ ഭൗതിക വിദ്യാലയങ്ങളായ സ്കൂളുകളുമായി കുട്ടികൾ ബന്ധപ്പെടുകയും ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് പിന്നീട് പഴയ കാലത്ത് പോത്തുപള്ളിയിൽ ചെന്നിട്ട് വൈകുന്നേരം വരെയോ അല്ലെങ്കിൽ ഉച്ചവരെയോ ദീൻ പഠിക്കുക, ഖുർആൻ പഠിക്കുക എന്ന് മാത്രം സമ്പ്രദായം ഉണ്ടാവുകയും ഒരു ഏകീകൃത രൂപം ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ 1951 19ാം സമ്മേളനം ഇവിടെ വടകര വെച്ച് ചേരാൻ പോകുമ്പോൾ അൽബയാനിൽ ഈ നിലപാടിൽ മാറ്റം വരുത്തണം. ഭൗതികമായി LP UP സെക്കൻഡറി 3 സെക്ഷനായി കുട്ടികൾ പഠിക്കണം. ആ പഠിക്കുന്ന അവസരത്തിൽ അതോടൊപ്പം തന്നെ തുല്യമായി മതവിദ്യാഭ്യാസത്തിനും സിലബസ് ഉണ്ടാക്കി UP LP സെക്കൻഡറി 3 സെക്ഷനിലായും കൊണ്ട് സിലബസും പാഠപദ്ധതിയും ഉണ്ടാക്കി അംഗീകൃത രൂപമുണ്ടാക്കണമെന്ന് ഞാൻ ലേഖനം എഴുതുകയും പ്രമേയമാക്കുകയും ചെയ്തു. അന്നത്തെ മറ്റൊരു പ്രമേയം അതേ സമയത്ത് കണ്ണൂർ ബഹുമാനപ്പെട്ട ബാലോട്ട് മൂസക്കുട്ടിയാജി മറ്റൊരു മുഷാവറ മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഹിയാവ് സുന്ന എന്ന കണ്ണൂരിലെ ഒരു സംഘടനയും അയച്ചിരുന്നു. ആ 2 പ്രമേയം അവിടെ വായിക്കപ്പെടുകയും അങ്ങനെയാണ് സമസ്ത അവിടെ ഒരു വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാനുള്ള അഡ്ഹോക് കമ്മിറ്റി ആദ്യമായി ഉണ്ടാക്കുന്നത് മുഷാവറയിൽ വെച്ച്. ആ അഡ്ഹോക് കമ്മിറ്റിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട അന്നത്തെ സെക്രട്ടറി ആയിരുന്ന മർഹൂം പെറവണ്ണ മുസ്ലിയാരായിരുന്നു. അതുപോലെ ഉസ്മാൻ സാഹിബ്, ഞാൻ അതൊക്കെ അതിൻ്റെ മെമ്പർമാരായിരുന്നു. അങ്ങനെ ആദ്യമായി അത് ഈ പേരിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ അടുത്ത മാസം ഇപ്പം ഞാനവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചോളൂ. വാളക്കുളത്ത് വെച്ച് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ വാരി തങ്ങളുടെ ദർസിൽ വെച്ച്
മുസാവറയും ഈ അഡ്വ കമ്മിറ്റിയും അതോടുകൂടി ക്ഷണിക്കപ്പെട്ട കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള വിദ്യാഭ്യാസ ബന്ധപ്പെട്ടവരും ഒരുമിച്ച് കൂടി അവിടെ വെച്ചാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസം എന്ന പേരിൽ രൂപീകരിക്കുകയും അതിൽ ബഹുമാനപ്പെട്ട പറവണ്ണ വരും മുൻസിപ്പാലിറ്റി പ്രസിഡന്റും കെ പി ഉസ്മാൻ സാഹിബ് സെക്രട്ടറിയുമായിരുന്നു. അങ്ങനെയാണ് അത് 51 ആരംഭിക്കുന്നത്. അതിൻ്റെ പാശ്ചാത്തലം ഇതാണ്, ഈ പറഞ്ഞതാ. വിശദമായി ഞാൻ എൻ്റെ ഉറപ്പിലേക്ക് വായിച്ചാൽ മതി. സാദിന് അങ്ങനെയുള്ളൊരു ലേഖനം എഴുതാൻ പ്രേരിപ്പിച്ചത് എന്താണ്? പ്രേരിപ്പിച്ച് ഞാൻ വളർന്നു വന്നത് തന്നെ എൻ്റെ വീട് ഒരു ഒത്തുപള്ളിയാണ്. അവിടെ വെച്ചാണ് ചുറ്റുപാടുള്ള കുട്ടികൾ വന്നിട്ട് ഖുർആൻ പഠിച്ചു പോവുക. അതുപോലെ തന്നെ ചില കിതാബ് ആണുങ്ങളും പെണ്ണുങ്ങളും തന്നെ പഠിച്ചു പോവുക. ഈ സമ്പ്രദായം ഏകീകൃത രൂപം ഇല്ല. അതേ അവസരത്തിൽ സ്കൂളിൽ പോകുന്ന അവസരത്തിൽ അവിടെ ഏകീകരണമുണ്ട്. ആ ഏകീകരണം മതവർണ്ണത്തിലും വേണം എന്ന ബോധം തന്നെ അതിനെ പ്രേരിപ്പിച്ചത്. പറയുന്നത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് ഉസ്താദാണ്. അതിൻ്റെ അഭിപ്രായം പെട്ടു കാര്യമായിട്ട്. പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡ് കൈകാര്യം ചെയ്യുന്നത് EK സമസ്തക്കാരാണല്ലോ. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അത് സ്വാഭാവികമായും പലർക്കും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ബാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വഫാത്തായപ്പോൾ അദ്ദേഹമായിരുന്നു സജീവമായ രംഗത്ത് പ്രവർത്തിച്ച അയിനിക്കാൽ ഇബ്രാഹിം മുസ്ലിയാർക്ക് ശേഷം പ്രസിഡന്റായിട്ട് ദീർഘകാലം പ്രവർത്തിക്കുകയും ഈ കാണുന്ന ഇന്ന് സമസ്താലയം എന്ന് പറയപ്പെടുന്ന ആ സ്ഥലവും ആ ബിൽഡിങ്ങും ഒക്കെ ബഹുമാനപ്പെട്ട വാണിയമ്പലത്തിൻ്റെ ശ്രമം കൊണ്ടുണ്ടായതാണ്. അദ്ദേഹം മരിച്ച അവസരത്തിൽ ഇനി ആരാവണം എന്ന സ്ഥിതി വന്നപ്പോൾ അന്ന് തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മലപ്പുറം ഗേങ്ങും പുറത്തുള്ളവരും തമ്മിൽ 2 അഭിപ്രായ വ്യത്യാസം. അപ്പോൾ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട അന്ന് തലപ്പത്തുള്ളത് ശംസുൽ EK അബൂബക്കർ മുസ്ലിയാരാണ്. അയാൾ പ്രസിഡന്റായി പോകും എന്നുള്ള ഭയത്തിൽ മലപ്പുറം ഗേങ്ങ് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാനും അസമ്മയിലാറും പോയിട്ട് തങ്ങളെ വളരെ നിർബന്ധിച്ചു. തങ്ങളാണെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നയാളല്ല, ദർശനം നടത്തും വിഭാഗത്തെയും കൂടെ ഒത്തിരി തന്നെ. പിന്നെ ആരെങ്കിലും പോയാൽ ചോദിച്ചതിന് മറുപടി പറയാം എന്നുള്ളതല്ലാതെ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നില്ല. ഞങ്ങൾ പോയി നിർബന്ധിച്ച്, ഞാനും അസമ്മയിലാറും കൂടി നിർബന്ധിച്ചിട്ടാണ് തങ്ങളെ കൊണ്ടുവന്ന് പ്രസിഡന്റാക്കിയത്. ആ പ്രസിഡന്റ് അനിവാര്യമായ കാരണത്താൽ എന്ന് പറഞ്ഞാൽ 60 കൊല്ലക്കാലം നടന്ന മഹത്തായിരിക്കുന്ന സംഘടനയുടെ മിനിറ്റ്സ് മാറ്റി എഴുതാൻ പാടില്ല എന്ന് തങ്ങൾ ഉന്നയിക്കുകയും അത് സ്വീകരിക്കുകയില്ല എന്ന് അവിടെ തലപ്പത്തുള്ളവരും അവർ ഭൂരിപക്ഷത്തിൻ്റെ ആഠ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത അവസരത്തിൽ തങ്ങൾ ഇറങ്ങി വന്നു. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ പലതും അവർ കാട്ടിക്കൂട്ടി അക്കൂട്ടത്തിൽ ആരെയാവ് പ്രസിഡന്റാക്കി എന്തൊക്കെ നടക്കുന്നത് അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ആ തങ്ങൾ പിന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ അല്ലെങ്കിലും മുസാവറിൻ്റെ പ്രസിഡന്റായി നിലകൊള്ളുന്നു. തങ്ങളുടെ കീഴിൽ പിന്നെ ഒരു വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കേണ്ടി വന്നു, സുന്നി വിദ്യാഭ്യാസ ബോർഡ്. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് അവൈതങ്ങളായിരുന്നു. അന്ന് ഞാൻ സെക്രട്ടറി ആയിരുന്നു. ഇന്ന് അവർ എന്നെ പ്രസിഡന്റാക്കിയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. എനിക്ക് കഴിവൊന്നുമില്ല, പ്രവർത്തിക്കാനൊക്കെ കഴിയുന്നില്ലെങ്കിലും അങ്ങനെ അത് നടന്നു പോകുന്നു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്നത് കൊണ്ടുള്ള നേട്ടം ഒരു ജാമിതായ ഒരവസ്ഥയിലായിരുന്നു ഇസ്ലാം മത വിദ്യാഭ്യാസത്തിൻ്റെ പ്രവർത്തനം. ചില ആളുകൾക്ക് ഒരു കുത്തക പോലെ ഉപയോഗിക്കുന്ന രൂപത്തിലായിരുന്നു. ആ നിലപാടിൽ മാറ്റം വരികയും ബുദ്ധിപരമായും വിശ്വാസം ഉൾക്കൊള്ളുന്ന നിലക്കുമുള്ള പാഠപുസ്തകങ്ങളും അത് വിവിധ ഭാഷകളിലേക്ക് പകർത്തുകയും ലോകത്തിൻ്റെ നാനാഭാഗത്തും എന്ന് പറഞ്ഞാൽ ഉറുദു, അറബി, ഇംഗ്ലീഷ് ഭാഷകളിൽ, തമിഴ് തുടങ്ങിയ ഭാഷകളിലെല്ലാം പരിവർത്തനം ചെയ്യാനും ആഗോളതലത്തിൽ തന്നെ അതിൻ്റെ പ്രചരണം നടത്താനും സാധിച്ചു എന്നുള്ളത് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മഹത്വമായ പ്രവർത്തനങ്ങളിൽ ഞാൻ കാണുന്നു. കേരളത്തിൽ ആദ്യമായി മദ്രസ സംവിധാനം കൊണ്ടുവന്നത് വഹാബികളാണെന്ന വാദം ശരിയാണോ? എന്ന് പറയാൻ പറ്റില്ല. വഹാബികളെ നേതാവാക്കി സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട ചായൽ അഹമ്മദ് മുസ്ലിയാർ വിഷയം ക്ലാസിക്കലല്ലെങ്കിലും വിഷയം വ്യത്യസ്തമായ നിലക്കുള്ള പുസ്തകങ്ങൾ എഴുതുകയും അതിനനുകരിച്ചുകൊണ്ട് ചില മദ്രസകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട മദ്രസകളും അവർക്ക് പാഠപുസ്തകങ്ങളും അതും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിഷേധിച്ചുകൊണ്ട് വഹാബികളെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ചരിത്രം നിഷേധിക്കുന്ന അർത്ഥത്തിലെന്നല്ലാതെ അതിന് ഒരർത്ഥവും ഞാൻ കാണുന്നില്ല. അവരും ഉണ്ടാക്കിയിട്ടുണ്ടാകും. അത് ചായലകത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇവിടെ വഹാബികളായതെങ്കിൽ അതിനു മുമ്പുള്ള ചായലകത്ത്
എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾക്കല്ലേ വാല്യുള്ളത്. പിന്നെ അതെങ്ങനെയാണ് ആദ്യമാവുക? അതിന് ശേഷം വന്നവരും പുസ്തകത്തിലല്ല കാര്യം, അതിനൊരു ക്രോഡീകരണത്തിലാണല്ലോ അവർ. അത് ക്രോഡീകരണവും ഉണ്ടായിട്ടില്ല. ക്രോഡീകരണം എന്ന് പറയാനും പറ്റൂല. അവർക്ക് തോന്നിയ ചില പുസ്തകങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ക്ലാസിക്കലാക്കി പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മളാണത് ആദ്യമായി നടപ്പിലാക്കിയത്. പിന്നെ അവരിപ്പോൾ എല്ലാ വിഭാഗങ്ങളും ക്ലാസിക്കലായിട്ട് പുസ്തകങ്ങൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് ക്ലാസിക്കലായി ഈ നിരക്കുള്ളതിരിക്കുന്ന ഒരു പാഠപദ്ധതിയും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള പുസ്തകങ്ങളും അവർ തയ്യാറാക്കിയതായിട്ട് അറിയില്ല. ചിലതങ്ങനെ കാട്ടിക്കൂട്ടിലൊക്കെ നടന്നിട്ടുണ്ട് എന്ന് മാത്രം. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഭാവി ലക്ഷ്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഖിലേന്ത്യാ തലത്തിലും അഖില ലോക തലത്തിലും അതിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈനംദിനം ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ളതിരിക്കുന്ന വിദ്യാർത്ഥികൾ ശൈലിയിലും മർക്കത്തിനുമൊക്കെ വരികയും അവർക്കും ട്രെയിനിങ് കൊടുക്കുകയും അങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനവും പാഠപുസ്തകങ്ങളും വ്യാപകമായി നടന്നു വരുന്നുണ്ട്. ആഗോളതലത്തിലും അത് വ്യാപിപ്പിക്കാനുള്ളതിരിക്കുന്ന ഉത്സാഹമുണ്ട്. എങ്കിൽ അത് തീർച്ചയായും ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1989 സമസ്ത പിളർന്നത്. ഇതിനു മുമ്പ് പല കോലാഹലങ്ങളും സമസ്തയിൽ സംഭവിച്ചു എന്ന് പറയപ്പെടുന്നു. എന്ത് കോലാഹലമെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. പിന്നെ സ്വാഭാവികമായും മസലുകൾ തർക്കമുണ്ടാവുക, അത് കോലാഹലമാവില്ലല്ലോ. വ്യക്തികളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക, അത് കോലാഹലമല്ലല്ലോ. എന്ത് കോലാഹലമാണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. അത് പറയുന്നവരോട് ചോദിക്കേണ്ടതാണ്. ഒരു സുപ്രഭാതത്തിലാണോ പെട്ടെന്ന് പിളരാൻ കാരണം? ഒരിക്കലും ഒരു സുപ്രഭാതത്തിലല്ല. പറഞ്ഞല്ലോ, ചില രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണം. അതുകൊണ്ടാണ് ഭൂരിപക്ഷം ഇതിൻ്റെ ആഢ്യം മുഷാവറയിൽ പറയാൻ കാരണമായത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ശംസുൽ-ഉലമ പി.കെ. അബൂബക്കർ മുസ്ലിയാർ കോൺഗ്രസ്സുകാരനായിരുന്നു ആദ്യകാലം. പിന്നെ സജീവ പ്രവർത്തനം 57 മുഷാവറ സെക്രട്ടറി ആയതിനു ശേഷം സജീവ പ്രവർത്തനം അതിലുണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്നിരുന്നാലും ആശയം അങ്ങനെയായിരുന്നു. പിന്നീട് മുസ്ലിം ലീഗിൽ നിന്ന് പിളർന്നൊരു വിഭാഗം ഉമർവാഫക്കിൻ്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്നുള്ള പേരിൽ അതിൻ്റെ ഉദ്ഘാടനത്തിൽ മഹാൻ പങ്കെടുത്തു. രാഷ്ട്രീയ ചോദന ആരംഭിച്ചു. പിന്നീട് അവർ യോജിച്ച് രണ്ടും ശരിയായതിനു ശേഷം ഒരു ലീഗ് അനുഭാവിയായിട്ടാണ് മൂപ്പരെ കാണപ്പെട്ടത്. അതിൻ്റെ ഫലമായിട്ടാണ് സുന്നി സംഘത്തിനെ നാമാവശേഷമാക്കണം എന്ന് ഉദ്ദേശിച്ച മുസ്ലിം ലീഗിലെ ചില പ്രവർത്തകന്മാർ, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹത്തെ കൊണ്ടുപോയി കോഴിക്കോട് ജില്ലാ ലീഗ് ഓഫീസിൽ വെച്ച്, ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് സുന്നി യുവജന സംഘത്തെ നിയമവിരുദ്ധമാക്കുകയും അതിൻ്റെ സെക്രട്ടറിനെ മുഷാവറയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകുകയും മൂപ്പരത് ഏതാണ്ട് സമ്മതിച്ചതെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളൊന്നും അറിയില്ല. അതറിഞ്ഞതനുസരിച്ചിട്ടാണ് DC മുഹമ്മദ് മുസ്ലിയാർ സ്റ്റേ കൊടുക്കേണ്ടി വന്നത് ആ മുഷാവറയ്ക്ക്. അങ്ങനെ ഒരു മുഷാവറ നടക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളൊന്നും അറിയില്ല സ്റ്റേ കൊടുത്തത്. അതാണ് പശ്ചാത്തലം. അപ്പം ഒരു വിധത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ കോലാഹലമാണ്, അല്ലെങ്കിൽ അവരുടെ ഗൂഢമായ എന്തോ നിർദ്ദേശങ്ങളാണ് ഇതിൻ്റെ പിന്നിലുണ്ടായത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവുകയും. സംസ്ഥാനക്കാരുടെ രൂപീകരണമുണ്ടായത് എന്തിനു വേണ്ടിയാണ്? ഒരു പ്രത്യേക കാരണം ഞാനതിൽ മനസ്സിലാക്കുന്നില്ല. മൈക്ക് ഉപയോഗിക്കുന്നത് ഇബാദത്തിൽ ജായിസാണോ അല്ലേ എന്ന പ്രശ്നം. ജായിസാണ് എന്ന് സമസ്തകളുമായിട്ടുള്ള ഭൂരിപക്ഷം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനായിരിക്കുന്ന സമ്മേളനത്തിൽ മുഷാവറയിൽ തീരുമാനമെടുത്തെങ്കിലും ആ അഭിപ്രായത്തോട് യോജിക്കാതെയാണ് ബഹുമാനപ്പെട്ട സൂഖുള്ള മുസ്ലിയാർ അതിൽ നിന്ന് ഒഴിഞ്ഞ് പോവുകയും എന്നിട്ട് സ്വന്തം സംസ്ഥാന ജമിയത്തുൽ-ഉലമ എന്ന പേരിൽ ജമിയത്തുണ്ടാക്കുകയും ചെയ്തതായിട്ടാണ് എൻ്റെ അറിവ്. അതല്ലാതെ വേറൊരു കാരണം അതിനുണ്ടായിട്ടില്ല, ഞാനറിയില്ല. അഖില കേരള ജമിയത്തുൽ-ഉലമ രൂപീകരിച്ചത് എന്തിനു വേണ്ടിയാണ്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ബഹുമാനപ്പെട്ട MA ഉസ്താദും ചെറുശ്ശേരി ജയന്തിൻകുട്ടി മുസ്ലിയാരും തുടങ്ങിയ നിരവധി പണ്ഡിതന്മാർ ഇതിൽ പ്രവർത്തിച്ചവരാണെന്ന് പറയപ്പെടുന്നു. ആരാണിതിന്റെ ശില്പി? അഖില കേരള ജമിയത്തുൽ-ഉലമ സ്ഥാപിക്കാൻ ഉണ്ടായ കാരണം ദൈവബന്ധിൽ പോയി വന്ന ചില പണ്ഡിതന്മാർ അവരെ തലപ്പത്തിൽ ബഹുമാനപ്പെട്ട അവിടുന്ന് പഠിച്ചു വന്ന് വലിയൊരു മുദ്രിസായിരുന്ന
ഈ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ. അദ്ദേഹമാണ് തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് മുഷാവറ തീരുമാനമെടുത്തതിൻ്റെ എതിർപ്പിൽ ആലിമീങ്ങൾക്ക് പ്രത്യേക സംഘടന ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുകയും അതിനായി രംഗത്തിറങ്ങുകയും ചെയ്തു. ആ കൂട്ടത്തിൽ എന്നെയും വിളിച്ച് അന്വേഷിച്ചു എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ആദ്യത്തെ യോഗത്തിൽ, അത് രൂപീകരിക്കുന്ന യോഗത്തിൽ തലശ്ശേരി പള്ളിൻ്റെ മീതിയാണ് യോഗം ചേർന്നത്. എൻ്റെ നേതാക്കന്മാർ അവിടെ ചെന്ന് അതിൻ്റെ ഭാവിയെ സംബന്ധിച്ച് രൂപവും മനസ്സിലാക്കണമെന്ന നിർദ്ദേശം അനുസരിച്ച് ഞാൻ ഇതിൽ പങ്കെടുത്തത്. അവരെ അനുസരിച്ച് പോയതല്ല. പങ്കെടുത്തെന്ന് മാത്രമല്ല, അന്ന് രാത്രി അതിൻ്റെ പ്രഥമ ചർച്ചയിൽ സമസ്തയുൽമ എന്ന മഹത്തായ ആലിമീകളുടെ സംഘടന നിലവിലുണ്ടായിരിക്കെ അവരുമായി ചർച്ച ചെയ്തതിന് ശേഷം അല്ലാതെ ഒരു പുതിയ ജമിയത്തുൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ശക്തമായി വാദിച്ച ഞാനാണ്. ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഞാൻ സുഖമില്ലാതെ രാവിലെ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതിനുശേഷം കേട്ടതാണ് രണ്ടാമത് കൂടിയിട്ട് കുറച്ച് ആളുകൾ കൂടിയിട്ട് അഖില കേരള ജമിയത്തുൽ എന്ന പേരിൽ ഒരു സംഘടന രൂപം കൊടുത്തിട്ടുണ്ട് എന്ന് പത്രത്തിൽ ഞാൻ കണ്ടതാണ്. അല്ലാതെ രൂപീകരിക്കുന്നതിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. മാത്രമല്ല എൻ്റെ പേരയിൽ വന്നതായിട്ടും ഞാൻ അറിയില്ല. നേരെ മറിച്ച് അവരാ മുഷാവറെ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉള്ളാളങ്ങളെയും പി അബ്ദുൽ മുസ്ലിയാരെയും ഉൾപ്പെടുത്തിയതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ അവരതിൽ പങ്കെടുക്കുകയോ അതിനോട് അനുകൂലിക്കുകയോ ചെയ്തിട്ടേ ഇല്ല എന്ന് ഞാൻ തീർത്ത് പറയുന്നു. ഞാൻ എൻ്റെ സഹപ്രവർത്തകന്മാരെന്നുള്ള നിലക്ക് അവരെ പൂർണ്ണമായി അറിയുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും അങ്ങനെ പറയുന്നതെങ്കിൽ അത് കെട്ടുകഥയാണ്. പിന്നെ അന്നത് രൂപീകരിക്കുന്ന സമയത്ത് ഷെയ്ഖ് ഹസൻ്റെ കീഴിൽ വിദ്യാർത്ഥിയാണ് എ പി അബ്ദുൽ മുസ്ലിയാർ വെല്ലൂർ. അപ്പോൾ അയാൾ ഉസ്താദിൻ്റെ നിലയ്ക്ക് അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നപ്പോൾ അയാൾ സത്യം മനസ്സിലാക്കുകയും ആ തബ്ലീഗിനെ കഠിനമായി എതിർക്കുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളുടെ സഹപ്രവർത്തകനായി പ്രവർത്തിക്കുന്നു. ഇടക്കാലത്ത് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ വന്ന ഉടനെയോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. വാസ്തവമല്ല, അത് സത്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് വന്നുപോയതെന്നെ ഞങ്ങൾ മനസ്സിലാക്കാൻ നിർത്തി. തബ്ലീഗ് ജമാഅത്ത് പുത്തൻ പ്രസ്ഥാനമാണെന്ന് സമസ്ത പ്രഖ്യാപിച്ചതിൽ ആർക്കെങ്കിലും തലവേദന ആയിട്ടുണ്ട്? തലവേദന ഉണ്ടായത് കാര്യമായിട്ടും ഷെയ്ഖ് ഹസൻ ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാർക്കാണ്. പക്ഷേ മൂപ്പര് തബ്ലീഗിന് എതിരായും കൊണ്ട് തബ്ലീഗിനെ അനുകൂലിച്ചുകൊണ്ട് മൗനം എന്ന നിലക്കല്ലാതെ വലിയ പ്രചരണം നടത്തിയിട്ടില്ല. കാരണം എന്താ, അദ്ദേഹത്തിന് ഇതിനുണ്ടായത് തബ്ലീഗ് ജമാഅത്തിൻ്റെ ആശയത്തിൽ ഉള്ളതല്ല. ആശയത്തിൽ അദ്ദേഹത്തിന് യോജിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഉസ്താദുമാരെയാണ് ആക്ഷേപിക്കേണ്ടി വരുന്നത്. ആ ആക്ഷേപത്തിന് ഞാൻ വിധേയമാകാൻ പാടില്ല എന്ന ദൃഢനിശ്ചയമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഇതാണ് ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വളരെ സുഹൃത്തുക്കളെന്നുള്ള ചർച്ച ചെയ്തപ്പോൾ ഷെയ്ഖ് ഹസൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ തബ്ലീഗിനെ അയാൾ അനുകൂലിക്കുന്നു എന്ന് പറയരുതെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. മൂപ്പരുടെ ഉസ്താദുമാരെ ആക്ഷേപിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ മൂപ്പർക്ക് ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് തബ്ലീഗിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ഏതുവരെയെന്ന് വെച്ചാൽ തബ്ലീഗും അത് മുജാഹിദും ഒക്കെ ദലായിൽ ഖൈറാത്ത് പോലത്തെ ഇരിക്കുന്ന ഇസ്തിഗാസ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന സ്വലാത്ത് ഇഷ്ടപ്പെടാത്തവരാണ്. താനാണെങ്കിലും മരിക്കുന്നവരെയും ദലായിൽ ഖൈറാത്ത് യാദത്താക്കിയ ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള തെളിവുകൊണ്ട് അദ്ദേഹം തബ്ലീഗാരനാണ് ഞാൻ പറയാൻ നിവൃത്തിയില്ല. പക്ഷേ തൻ്റെ ഉസ്താദുമാരോടുള്ള വികാരം അത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്ന് മാത്രമേ നിവൃത്തി. അദ്ദേഹം സമസ്ത മുഷാവറ മെമ്പറായിരുന്നു. തബ്ലീഗ് ജമാഅത്തിനെതിരായിട്ട് ഉസ്താദ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം എഴുതാൻ പ്രേരണമായത് സമസ്ത മുഷാവറ തീരുമാനിച്ചത് കൊണ്ടാണ്. മുഷാവറ തീരുമാനിച്ച 65 ഞാൻ പുസ്തകം എഴുതുന്നത് തളിപ്പറമ്പിൽ ഞാൻ അവിടെ ഉദ്യോഗമേറ്റപ്പോൾ അവിടെ ഇവരെ യക്കൂത്തുകളും അതിൻ്റെ നേതാക്കന്മാർ യോഗം ചേർന്നിട്ട് തർബീയത്തിലൊക്കെ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ആണ് ഞാൻ പുസ്തകം എഴുതിയത്. അല്ലാണ്ട് തീരുമാനം അനുസരിച്ച് അപ്പം തന്നെ എഴുതിയൊന്നുമല്ല. തീരുമാനം അനുസരിച്ച് ഞാൻ പലപ്പോഴും ക്ലാസ്സിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പുസ്തകം എഴുതിയത് തളിപ്പറമ്പിൽ പോയിട്ട് അവിടുത്തെ സാഹചര്യം നമ്മൾ ഈ വിദേഹത്തിൻ്റെ വാദങ്ങൾ ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരെ പേര് പറഞ്ഞ് തർബീയത്ത് ചെല്ലുന്ന അവസ്ഥ ഞങ്ങളുടെ ചുവട്ടിൽ ഞാനും അന്ന് മുദരിസായിരുന്ന കുമ്പുൽ അഹമ്മദ് മുസ്ലിയാർ ഞങ്ങൾ കേട്ടത് സഹിക്കാൻ കഴിയാതെ ജനങ്ങൾക്ക് ബോധം ഉണ്ടാക്കണം എന്നുള്ളതൊക്കെയാണ് തബ്ലീഗ് ജമാഅത്ത് എന്ത് എന്നുള്ള അവസ്ഥ എഴുതേണ്ടി വന്നു. അവിടെ താലൂക്ക് ജമിയത്തുൽ ഉലമ സമസ്തയുടെ കണ്ണൂർ താലൂക്കാണ് അത് പ്രസിദ്ധീകരിച്ചത്. 1979 മുതൽ പ്രത്യക്ഷമായി തന്നെ സമസ്തയുടെ നേതാക്കൾക്കെതിരെ തിരിയാനുള്ള കാരണം അല്ല, അതിപ്പോ പറഞ്ഞുവല്ലോ 11 പേര് ഞങ്ങൾ ഈ കാരണത്താൽ വ്യക്തമായ കാരണം അതാണ്. 60 വർഷക്കാലത്തുള്ള
നിരന്തരമായ മുശാവറയുടെ തീരുമാനം മാറ്റി എഴുതാൻ പാടുണ്ടോ ഇല്ലേ? മാറ്റി എഴുതണം, സമ്മതം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തങ്ങളും തങ്ങളോടൊപ്പം 11 പേരും ഇറങ്ങി വന്നുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമത് ആശയത്തിലുള്ളതിരിക്കുന്ന ആലിമീങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുതിയൊരു മുശാവറയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. അതാണ് കാരണം. അല്ലാതെ വേറൊരു കാരണം പറയുന്നതിന് അർത്ഥവും ഞാൻ കാണുന്നില്ല. ഇറങ്ങി വന്നത് അങ്ങനെയാണ്. ഈ കാരണത്താൽ, ആ കാരണത്താൽ തന്നെ മുല്ലക്കോയ തങ്ങളുടെ ആദർശത്തിൽ സുന്നത്ത് ജമാഅത്തിനെ മാത്രം ആധാരമാക്കി സംഘടിപ്പിക്കുക എന്നുള്ളതും സുന്നത്ത് ജമാഅത്തിന് എതിരായിരിക്കുന്ന വിഭാഗത്തോട് വെറുപ്പുണ്ടാക്കുന്നുള്ളതും അതാണ് സമസ്തയുടെ മുഖ്യ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായി മുശാവറ നിലകൊള്ളണം. അത് നിലകൊള്ളാൻ ഉദാഹരണം മറ്റൊരു കാര്യം കൂടി ആ കൂട്ടത്തിൽ വന്നു. മുശാവറ മാറ്റിയതെന്ന് മാത്രമല്ല, മുബത്തദികളോടുള്ള ഇരിക്കുന്ന സലാം പാഠപുസ്തകത്തിൽ കൂടെ വർഷങ്ങളായി പഠിപ്പിച്ച് വന്നിട്ട് അത് മാറ്റി എഴുതണമെന്ന് മാറ്റി എഴുതുകയും ചെയ്തിട്ടില്ല വരും. അതുപോലെ ആശയപരമായി തന്നെ മാറ്റം വരുത്തുന്നിരിക്കുന്ന നിലപാട് അവരിൽ നിന്ന് കണ്ടപ്പോഴാണ് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് സംഘടിക്കേണ്ടി വന്നത്. ഞങ്ങൾ സംഘടിച്ചെന്നുള്ളത് നിങ്ങൾ ഏത് പറഞ്ഞാലും അത് ഞങ്ങൾക്ക് ഉത്തരവാദിയല്ല. ഞങ്ങൾ സംഘടിച്ചിരുന്നു. സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിലും 1987 വിദ്യാഭ്യാസ ബോർഡും പണ്ഡിതന്മാർക്കിടയിലുള്ള ഭിന്നിപ്പ് ചർച്ച ചെയ്തിരുന്നു. ആരെല്ലാമാണ് ഇരു ചേരികളിലും ഉണ്ടായിരുന്നത്? ഉമർ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിലെല്ലാം പലരുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതൊരു സംഭവമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. പലരും മുൻകൈയെടുത്തുകൊണ്ട്, ഉദാഹരണത്തിന് ജമാളുടെ ബാബുവാജി പോലെ ഒത്തിരിക്കുന്ന പല ആളുകളും മുൻകൈയെടുത്ത് ചർച്ച ചെയ്ത് ഞങ്ങളൊക്കെ വന്ന് ചർച്ച ചെയ്യലുണ്ടായിരുന്നു. ആ ചർച്ചകളൊന്നും ഫലപ്പെടാതിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ കൂടുതൽ മുൻഗണന നൽകിയിരിക്കുന്ന ആളുകൾ കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കത്രേ പറയാൻ പറ്റുള്ളൂ. പലരും മുൻകൈയെടുത്തിരുന്നു. ഉമർ ബാഫക്കി തങ്ങൾ അതിലുണ്ടാവും എന്നുള്ളതല്ലാതെ മൂപ്പര് മുൻകൈയെടുത്തായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ആരായിരുന്നു രണ്ട് ചേരികളിൽ ഉണ്ടായിരുന്നത്? രണ്ട് ചേരികൾ ഞങ്ങളെ സമീപിക്കും. അത് മതങ്ങളെയും എന്നെയും എബിനെയും അംസമലാർ പോലത്തവരൊക്കെ സമീപിക്കും ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക്. അതുപോലെ മറുഭാഗത്തും ശരി മറ്റുള്ളവരൊക്കെ സമീപിച്ചിട്ടുണ്ടാകും. അത് മൂപ്പരുള്ള കാലത്ത് മൂപ്പരെയും സമീപിച്ചിട്ടുണ്ടാകും. ഇക്കുള്ള കാലത്ത് അങ്ങനെ ചേരിയത് തന്നെയാണ് ചേരി. ഞങ്ങൾ 11 നാൾ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ ചേരിയായി, മറുവശത്ത് മറ്റേ ചേരിയുമായി. അതിനിടയിൽ യോജിപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടാകും. ഉസ്താദ് പറഞ്ഞു ഉസ്താദിനെ സമീപിച്ചു, അതുപോലെ ഉള്ളാത്തങ്ങളെ സമീപിച്ചു, കാന്തൂർസ്ഥാനെ സമീപിച്ചു. അപ്പോൾ വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ ഇങ്ങനത്തെ ഒരു രഞ്ജിപ്പ് യോഗം ഉണ്ടായിരുന്നു. അത് ഉസ്താദിന് അറിഞ്ഞിരിക്കുമല്ലോ. അത് വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിലെ രഞ്ജിപ്പിൽ ഞാൻ ഭാഗവാക്കാണ്. ഇതിലൊക്കെ ഞാൻ ഭാഗവാക്കാണ്. പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നത് ആ അടിയൊഴുക്ക് തന്നെയാണ്. അടിയൊഴുക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ചില നിർബന്ധം കാരണമായി ബഹുമാനപ്പെട്ട അന്നത്തെ പ്രസിഡന്റ് ശംസുൽ ഉലമാവ് പിൻവലിക്കുന്ന രൂപത്തിലാണ് അധിക തീരുമാനത്തിൻ്റെയും അവസാനമുണ്ടായത്. അതാണ് ഭാഗവാക്കാവാൻ ഞങ്ങളൊക്കെ ഉണ്ട്, ചർച്ച ചെയ്യുന്നതിൽ ഇപ്പോൾ ഞാനുണ്ട്. അവസാനം ചർച്ച ചെയ്ത് കെ എസ് അബ്ദുള്ള സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. രഞ്ജിപ്പിന് വേണ്ടിയിട്ട് അയാൾ നിരാശപ്പെട്ടത് മരിക്കുന്നവരെ അയാൾ കാര്യം പറയലുണ്ട്. ഇപ്പം പിന്നെ അയാൾ മരിച്ചുപോയല്ലോ. അവസാനം അയാളാണ് നേതൃത്വം. അതിലൊക്കെ ഞങ്ങളൊക്കെ ഭാഗവാക്കാണ്. ഞങ്ങൾ ഓപ്പനായി യോജിക്കുന്നതിൻ്റെ ഒരു തടസ്സവും ആരോടും പറഞ്ഞിട്ടില്ല, ഇന്നും പറയുന്നില്ല. മറുഭാഗത്ത് അങ്ങനെയല്ല. അവർ പല ഉപക്ഷേപങ്ങളും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നതായിരുന്നു അനുഭവത്തിലുണ്ടായത്. മധ്യസ്ഥന്മാരായിട്ടുള്ള ആൾക്കാരും അതാണ് ഞങ്ങളോട് പറഞ്ഞത്. മറുഭാഗം എന്ത് ഉപാധികളാണ് മുമ്പോട്ട് വെക്കുന്നത്? ഉപാധികൾ അവർ ലയിക്കണമെന്ന്, ഏതൊരു കാരണത്താൽ ഇറങ്ങി വന്നു ആ കാര്യം പരിഹരിക്കാതെ ഞങ്ങൾ ലയിക്കണമെന്ന് പറയുന്നതിന് എന്തർത്ഥം നിനക്കറിയില്ല. അവരെങ്ങനെയാ പറയുന്നത് കേൾക്കരുത്, ലയിക്കണമെന്ന്. സാദിയ മർക്കസ് പോലത്തെ സ്ഥാപനങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കണമെന്ന വാദം ഉണ്ടല്ലോ. ഉണ്ട്. അതെ, അത് SVSന്റെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ചതാണ് മർക്കസ്. അപ്പം സ്വാഭാവികമായി വാദം ഉണ്ടാവുക. എന്തുകൊണ്ട്? അവരാണല്ലോ സമസ്തന്റെ മേലധികാരികളായിട്ട് അവർ വാദിക്കപ്പെടുന്നത്. അങ്ങനെ വാദിക്കുന്നുണ്ടാവുക. എറണാകുളം സമ്മേളനത്തിന് വേണ്ടി രൂപീകരിച്ച സ്വാഗത സംഘത്തിൽ എറണാകുളം, തൃശൂർ, പാലക്കാട് തുടങ്ങിയ ജില്ലയിലെ നേതാക്കളെ ഉൾപ്പെടുത്താതിരുന്നത് മോശമായില്ലേ? അവരെല്ലാം ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഞാനന്ന് പ്രസിഡന്റാണ്. എനിക്ക് നിർദ്ദേശം കൊടുക്കുകയല്ലാണ്ട് ഓഫീസിൽ ആർക്കെല്ലാം കൊടുത്തു എന്ന് നോക്കാൻ ബാധ്യത എനിക്കില്ല.
നേരെ മറിച്ച് അവിടെ പങ്കെടുത്ത അവസരത്തിൽ അവിടെ സാമാജികന്മാർ സമ്മേളനത്തിൽ അഭിപ്രായപ്പെടുന്നവർ സ്വാതസംഘത്തിൻ്റെ പാരുകളായി വന്നു എന്നുള്ളതല്ലാതെ അവിടെ ഒഴിവാക്കിയോ അല്ലെങ്കിൽ നിർത്തുമോ എന്നുള്ള പ്രശ്നം ഉത്ഭവിക്കുന്നേ ഇല്ല. ഒഴിവാക്കി എന്ന വാദം ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അങ്ങനെ ഒഴിവാക്കുക എന്നുള്ള പ്രശ്നം ഉണ്ടായിട്ടുമില്ല. എല്ലാവരെയും ക്ഷണിച്ചു, കൂടിയ അവസരത്തിൽ ആ കൂടിയ ആളിന് ഭൂരിപക്ഷം ഇന്നാളെ ആക്കാമെന്ന് പറഞ്ഞു. അത് അംഗീകരിച്ച് ഞാനൊരു അതിൻ്റെ അധ്യക്ഷനാണല്ലോ. സമസ്തയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ക്ലാപ്പന മുഹമ്മദ് മുസ്ലിയാരും ജനറൽ സെക്രട്ടറി പാണമ്പള്ളി മുഹമ്മദ് മുസ്ലിയാരും SYS നേതാക്കളായ MM ഫരീദ് സാഹിബ് തുടങ്ങിയ നിരവധി നേതാക്കളെ ഉൾപ്പെടുത്തുന്നതിന് പകരം കമ്മ്യൂണിസ്റ്റ് വാദികളായ അമുസ്ലിം നേതാക്കളെ ഉൾപ്പെടുത്തി എന്ന വാദം ശരിയാണോ? വാദത്തോട് ഞാൻ പ്രതിഷേധിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ആവശ്യക്കാരായ മുസ്ലിം നേതാക്കൾ അമുസ്ലിം എന്നുള്ള പേരിൽ ഒരൊറ്റ വ്യക്തിയും ഇന്നേ വരെ ഞങ്ങളാരും ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഒരാൾ കമ്മ്യൂണിസ്റ്റ് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അമുസ്ലിമായി എന്ന് ആരെങ്കിലും പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ആ ഭാഷയോട് തന്നെ അങ്ങേയറ്റം ഞാൻ പ്രതിഷേധിക്കുന്നു. അമുസ്ലിം എന്ന വാക്കോട് ആരെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രതിഷേധം അതിനോടാണ്. രണ്ടാമതായി അവരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ലെങ്കിലും അവരഭിപ്രായം വന്നിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല എന്നതല്ലാതെ എല്ലാവരെയും അന്ന് ഭാരവാഹ്യത്തിലുള്ള 2 ജില്ലയിലും 3 ജില്ലയിലും ക്ഷണിച്ചിട്ടുണ്ട്. വന്നവർ വന്നു, വരാത്തവർ വന്നില്ല. അവിടെ വെച്ച് കൂടിയ ആളുകൾ സ്വാഗതം തിരഞ്ഞെടുത്തു. അതാണ് പാനൽ തയ്യാറാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത്. പാനൽ തയ്യാറാക്കുന്ന സാധാരണ ഒരു സമ്മേളനത്തിൽ പാനൽ കൊണ്ടാന്ന് പറയുന്ന അവസരത്തിൽ പലരും എഴുതിക്കൊണ്ടുവരുമല്ലോ. അതിൽ ഭൂരിപക്ഷം വന്ന് ഞങ്ങൾ എടുത്തു എന്നുള്ളതല്ലാതെ ഇതെന്താ പാനൽ തയ്യാറാക്കി ആരാന്ന് ചോദിക്കേണ്ടതല്ല. പാനൽ അവതരിപ്പിച്ച ആരാണ്, അനുവദിച്ച ഇതൊന്നും ഇപ്പോൾ എൻ്റെ ഓർമ്മയിലില്ല. അതൊക്കെ മേടിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്നതേ ഉള്ളൂ. SYSന്റെ എറണാകുളം സമ്മേളനവും അതേ ജില്ലയിൽ വെച്ച് തന്നെ MM മുഹിയുദ്ദീൻ മൗലവിയുടെയും നാട്ടിക മൂസ മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ച മധ്യ കേരള സുന്നി സമ്മേളനവും നടത്തരുതെന്ന് 1988 ഒക്ടോബർ മാസത്തിൽ ശംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ ചേർന്ന മുഷാവറ യോഗം വിലക്കിയിട്ടും എറണാകുളം സമ്മേളനം നിർത്തിവെക്കാത്തത് അച്ചടക്ക ലംഘനമല്ലേ? മധ്യ കേരള എന്നൊരു സംഘടന ഉണ്ടായിട്ടില്ല. മറിച്ച് എറണാകുളം സമ്മേളനം SYS രൂപീകരിച്ച് തീരുമാനിച്ചതിന് ശേഷം അതിനെ എതിർക്കാനാക്കി ആ പേര് ഉണ്ടാക്കിയതാണ്. ആ പേരിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആളെ സംഘടിപ്പിച്ചതും ശരിയാണ്. എങ്കിലും മാന്യമായ നിലക്ക് അവരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. അതിൽ ശംസുൽ ഉലമ ഇടപെടുകയും ചെയ്തിരിക്കുന്നു. ശംസുൽ ഉലമാൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ വിമർശിക്കാൻ നിൽക്കുന്നില്ല. സംഗതി നടന്നത് ആ മുഷാവറ തീരുമാനിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ മുഷാവറയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ആയിരിക്കണം. ഞങ്ങളുള്ള മുഷാവറയിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ബാധകമല്ല. മധ്യ കേരള സുന്നി സമ്മേളനം എന്നല്ലാതെ മധ്യ കേരളം ഒരു സംഘടന ഉണ്ടായിട്ടില്ലല്ലോ, ഇന്നുമില്ലല്ലോ. പിന്നെ ഒരു ഇല്ലാത്ത സംഘടന എന്നിട്ടും ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. എന്നാലും ആ ഭാഗത്ത് നമ്മുടെ പ്രവർത്തകന്മാരായി യോജിച്ച് പോകണമെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇന്നും ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല എന്ന് മാത്രം. 1989 ചേർന്ന മുഷാവറ യോഗത്തിൽ എറണാകുളം സമ്മേളനം നടത്തരുതെന്ന തീരുമാനത്തിൽ കാന്തപുരം ഉസ്താദും ഉള്ളാളത്തങ്ങളും MA ഉസ്താദും ചിറ്റാരി ഉസ്താദും ഒപ്പുവെച്ചതിന് ശേഷം സമ്മേളനം നടത്താൻ നേതൃത്വം കൊടുത്തത് ആത്മവഞ്ചനയായല്ലേ കൂട്ടാക്കുന്നത്? ഇല്ല, ഞങ്ങൾ പങ്കെടുത്ത് ഒപ്പിട്ടുന്ന ഒരുപക്ഷെ ഞങ്ങൾ ഒപ്പിട്ട് ചേർന്ന മുഷാവറ ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷമാവാം. ഒപ്പുകൊണ്ട് മാത്രം ഞങ്ങൾ പങ്കെടുത്തു എന്ന് പറയാൻ നിർവാഹമില്ല. എത്രയോ സമ്മേളന സദസ്സിൽ കോളം ചെയ്യാൻ വേണ്ടി ഒപ്പിടലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒപ്പിട്ട് യോഗത്തിൽ തീരുമാനിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. MDP രൂപീകരിക്കാനുള്ള കാരണം ശംസുൽ ഉലമയുടെ പങ്ക് ഞാൻ പറഞ്ഞു. മൂപ്പരും പല നിലക്കും അഭിപ്രായങ്ങൾ രാഷ്ട്രീയമായിട്ടുണ്ടാവുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് MDPനെ മൂപ്പര് അനുകൂലിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് അധികൃതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആധികാരികമാണെന്ന്, അത് വ്യക്തിപരമായിട്ട് എന്നുള്ളതല്ലാതെ സംഘടനയുമായി ബന്ധപ്പെട്ട നിലക്കാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അത് വ്യക്തിപരമായ പത്തുകളുണ്ട്, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. അക്കൂട്ടത്തിൽ പെട്ടൊന്ന് ആവാം എന്നതല്ലാതെ അതിന് ആധികാരികത മുഷാവറിയുമായിട്ടോ അല്ലെങ്കിൽ സംഘടനയുമായിട്ട് ബന്ധപ്പെടുത്താൻ നിവൃത്തിയില്ല. ശംസുൽ ഉലമ ശരീഅത്ത് പ്രശ്നത്തിൽ മുതലക്കുളത്ത് വെച്ച് അബുൽ ഹസൻ അലി നദവിയുടെ കൂടെ വേദി പങ്കിട്ടതാണോ സമസ്തയുടെ ഭിന്നിപ്പിന്നി കാരണം? ഒരിക്കലുമല്ല. കാരണം അത് മൂപ്പര് ചെയ്തൊരു ഫോളാണെന്ന് മനസ്സിലാക്കുകയും അത് വ്യക്തിപരമായ കാര്യമാണ്, നമ്മളത് ചർച്ച ചെയ്തിട്ട് ഭിന്നിപ്പുണ്ടാക്കേണ്ടതെന്ന് അതിന് ശേഷം ചേർന്ന മുഷാവറയിൽ ഞാനുണ്ട്.
ഞങ്ങൾ തീരുമാനിച്ചതാണ്. ആ കാരണത്താലേ അല്ല. അതൊരു കാരണമായിരിക്കും. ഞങ്ങൾ ഭിന്നിച്ച് വന്നത് നേരത്തെ പറഞ്ഞ മാതിരി മിനിസ്റ്റ് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് മൂപ്പര് സമ്മതം വേണം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ദഹിക്കുകയും അത് കാരണത്താൽ ഒഴിഞ്ഞു വന്നതാണ്. അല്ലാതെ കൊണ്ട് മൂപ്പര് അവിടെ ആ പങ്കെടുത്തത് വ്യക്തിപരമായ കാര്യമാണ്. എന്തുകൊണ്ട്? കാരണം എന്താ വെച്ചാൽ മൂപ്പര് നേതൃത്വത്തിലുള്ള മുഷാവറയിൽ മൂപ്പര് തന്നെ അഭിപ്രായപ്പെട്ട് തീരുമാനിച്ചതാണ് ശരീഅത്ത് പ്രശ്നത്തിൽ നമ്മൾ സ്വതന്ത്രമായിട്ട് തന്നെ പ്രതികരിക്കുകയാണ് വേണ്ടത്. അതിൽ വിദേഹത്തിൻ്റെ ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ട് പോരാ. കാരണം എന്താണ്? അപ്പം പല കാര്യങ്ങളും അവർ വ്യതിയാനം വരുത്തിയത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സമസ്തയുമ സ്വതന്ത്രമായിട്ട് തന്നെ ശരീഅത്ത് വിഷയത്തിൽ കൈകാര്യം ചെയ്യും. വേണ്ടി വന്നാൽ ഡൽഹി പോയിട്ട് നേതാക്കന്മാരെ ബോധ്യം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് ശംസുലമാൻ നേതൃത്വം തന്നെ ഒരു കമ്മിറ്റി, അതായത് ഉള്ളാഹത്തിനെയും അതുപോലെ ഏപ്പിനെയും അധികാരപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്ന് മൂപ്പര് വ്യതിചരിച്ച് അല്ലാഹുവിലും ആ യാത്രയിൽ മൂപ്പര് വ്യതിചരിക്കുക മാത്രമല്ല പിന്നീട് കണ്ടത് നബി വന്ന അവസരത്തിൽ സ്റ്റേഷനിൽ മണിക്കൂറുകളും കാത്തു നിന്ന് സ്വീകരിക്കുകയും ആ വേദിയിൽ പങ്കെടുക്കുകയും വേദിയിൽ പങ്കെടുത്തത് മാത്രമല്ല അയാൾ തബ്ലീഗ് ജമാഅത്തിന്റെ ആളാണെന്നുള്ള കാര്യത്തിൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അന്ന് ഇന്നും നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനത്തെ നബിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകൾ പോയി കാത്തു നിന്നു. അല്ലാതെ വേദി പങ്കെടുക്കാൻ പല വേദിയിൽ പലരും പങ്കെടുക്കാമല്ലോ, അത് മാത്രമൊരു കാരണം ധരിക്കല്ല. വേദി പങ്കെടുത്തതേ അല്ല. അത് പറയുന്ന കള്ളത്തരം. നേരെ മറിച്ച് മൂപ്പര് ആ അവിടെ പോയി കാത്തു നിന്നത് ശരിയായില്ല എന്ന് മുഷാവറയിൽ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രശ്നമാക്കേണ്ട വ്യക്തിപരമായ കാര്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒഴിവാക്കാന്നുള്ള നിലയ്ക്ക് അതിനുശേഷം മുഷാവറ ചേരിയും അത് ചർച്ചയാക്കാതെ ഇരിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പം അക്കാരണത്താലാണ് വേറുപെട്ടതെന്ന് പറയുന്നത് കള്ളത്തര. വേറുപെട്ടത് കാരണം ഇത് തന്നെ, ഈ ഒറ്റ കാരണം. 60 കൊല്ലത്തെ നിരന്തരമായ മുഷാവറ മാറ്റി എഴുതാൻ അധികാരം വേണം. അത് അധികാരം പറ്റില്ല. ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്നു. അന്ന് 14 ഇറങ്ങി വന്നിരുന്നു. പിന്നെ അവരെ എല്ലാവരും നോക്കേണ്ടതില്ല. ഇപ്പോൾ ബാക്കിയുള്ള ഉള്ള ആളും എപിയും അംസലായ ഞാനും ബാക്കിയുണ്ട്. മുദ്രക്കളത്ത് വെച്ച് ഫലാക്കിന് എന്തോ പ്രശ്നത്തിന് അതും ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പ്രതിഷേധത്തിൽപ്പെട്ടതാണ്. ഫലാഖിന്റെ 3 തലാഖ് ഒന്ന് ശരിയാൽ ഒന്നേ പോകുമെന്ന് പ്രസംഗിച്ചു മുജാഹിദുൽ ഇസ്ലാം. അതൊക്കെ മൂപ്പര് കേട്ടിട്ട് ഇറങ്ങാതിരിക്കുകയും ചെയ്തത്. അതൊക്കെ പ്രശ്നമായിരുന്നു. പക്ഷെ ആ പ്രശ്നത്തിന്റെ പേരിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല, അതുറപ്പാണ്. ആ പ്രശ്നത്തിന്റെ അതൊക്കെ അത് മൂപ്പര് വ്യക്തിപരമായ പ്രവർത്തനം എന്നുള്ള നിലക്ക് എന്തുകൊണ്ട് ഒരു ഭിന്നിപ്പ് വേണ്ട എന്നുള്ള നിലക്ക് തന്നെയാണ് അത് ചർച്ച ചെയ്യാതെയും അതിനൊരു നടപടി സ്വീകരിക്കുകയും ചെയ്തത്. പിന്നെ കാരണമായത് ഭിന്നിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. മുതക്കുളത്ത് വെച്ച് ശംസുലുലമാ നദീവുമായി വേദി പങ്കിട്ടതും ബിദഈ സ്ഥാപനങ്ങളായ തിരൂരങ്ങാടി യത്തീംഖാനയിലും തലശ്ശേരി ദാറുസ്സലാമിലും അറബികൾക്കൊന്നിച്ച് കാന്തപുരം ഉസ്താദ് വേദി പങ്കിട്ടതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? വേദി പങ്കെടുക്കല് അല്ല ഞാൻ പറഞ്ഞു. വേദി പങ്കെടുക്കൽ മാത്രം പറഞ്ഞില്ല, അത് ഓരോ സാഹചര്യത്തിന് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യും. വേദി പങ്കെടുത്തതേ അല്ല, നേരെ മറിച്ച് മുബത്തദിയായ നേതാവിനെ സ്വീകരിക്കാൻ പോയി എന്നുള്ളത് പ്രതിഷേധമുള്ളത് തന്നെയാണ്. അതുപോലെ അതിനെതിരിൽ പ്രസംഗിക്കുന്ന അവസരത്തിൽ അത് കേട്ടിരുന്നു, പ്രതികരിച്ചില്ല എന്നുള്ളതും പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം ഉണ്ടായിട്ട് പോലും അത് ഞങ്ങൾ മുഷാവറയിൽ ഉന്നയിച്ചുകൊണ്ട് ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് വ്യക്തിപരമായ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കണ്ണിയുമയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാരണത്താൽ പുറത്താക്കിയെന്ന് പറയുന്നത് കള്ളത്തരാണ്. ശംസുലുലമാ നദവിയെ സ്വീകരിക്കാൻ പോയതാണ് തെറ്റെന്ന് ഉസ്താദ് പറഞ്ഞു. എങ്കിൽ ഉള്ളാളത്തങ്ങൾ നദവി മംഗലാപുരത്ത് വരുമ്പോൾ സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നു. ഇല്ല, സ്വീകരിച്ചിട്ടില്ല. അതുപോലെ മംഗലാപുരത്തെ സദസ്സിൽ ഞാൻ അറിഞ്ഞിടത്തോളം തങ്ങൾ അവരെ ശരീരത്തിൻ്റെ യോഗം ചേർന്ന് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് വേദി വിട്ടതിന് ശേഷമാണ് നബിയോട് വന്നതെന്ന് അതിൻ്റെ അറിവ്. അത് രണ്ടും തുല്യം ചെയ്യാൻ നിർവാഹില്ല. സമസ്തയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവാൻ വേണ്ടി 1988 ഡിസംബർ 1 ചേരാൻ തീരുമാനിച്ച മുഷാവറ യോഗത്തിനെതിരെ TC മുഹമ്മദ് മുസ്ലിയാർ കോടതിയെ സമീപിച്ച് സ്റ്റേ ചെയ്തത് വിശദീകരിക്കാമോ? അതിനു വേണ്ടി ആ യോഗം ചേർന്നു എന്ന് പറയുന്നതിൽ ഒരടിസ്ഥാനമില്ല. യോജിപ്പിക്കാൻ വേണ്ടിയാണ് ചേർന്നതെന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല. മറിച്ച് യോഗം ചേർന്നത് ഞാൻ അറിയുന്ന സ്ഥിതിക്ക് തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ലീഗ് ഓഫീസിൽ വെച്ചുള്ള തീരുമാനം നടപ്പിലാക്കാനാണ് മുഷാവറ ചേരുന്നു എന്ന് വിശ്വാസം യോഗ്യതയിരിക്കുന്ന ആൾ TCയോട് പറയുകയും
അങ്ങനെ TC അവയിൽ തങ്ങളോട് സമ്മതം വാങ്ങിയിട്ട് സ്റ്റേ കൊടുത്തു എന്ന എൻ്റെ അറിവ്. ഞാൻ അന്ന് നാട്ടിലില്ല, നേരിൽ ഞാൻ ബന്ധപ്പെട്ടതുമല്ല. എൻ്റെ അറിവ് അത്ര മാത്രമാണ്. അല്ലാതെ കണ്ട് അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി മുഷാവറ ചേർന്നതേ അല്ല. മുഷാവറ വിളിച്ചത് തന്നെ ഈ ആവശ്യത്തിനാണ്. നിയമർദ്ദാക്കിയും ഏബിനെ പുറത്താക്കിയിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് സ്റ്റേ കൊടുത്തു. 1989 സമസ്തയിൽ നിന്ന് ആരെയെല്ലാമാണ് പുറത്താക്കിയത്? പുറത്താക്കിയെന്ന് പറയുന്നത് ശരിയല്ല. ഇറങ്ങി വന്നു, അതേ എനിക്കറിയുള്ളൂ. ഇറങ്ങി വന്ന ആളെ പുറത്താക്കിയെന്ന് പിന്നെ പറഞ്ഞ പുറത്ത് പോകുമ്പോൾ പുറത്ത് അടി കൊടുത്താലേ അതാണ് അടിക്കാതെ അല്ല പുറത്ത് പോകുന്നില്ല. പുറത്താക്കിയെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇറങ്ങി വന്നതാ, ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങി വന്നതാ. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അത് അള്ളാന്റെ മുമ്പിൽ ഞങ്ങൾ പറയും. ആരെല്ലാമാണ് ഇറങ്ങി വന്നത്? ഇറങ്ങി വന്ന് തങ്ങളുടെ നേതൃത്വത്തിൽ പറഞ്ഞ എൻ്റെ ഓർമ്മയിലുള്ള ഞങ്ങൾ 4 പേര്, അതുപോലെ അണ്ടോണം പിന്നെ മുസ്ലിയാർ, പിന്നെ അമേരിക്കൻ കൂട്ടത്തിലുണ്ട്, പിന്നെ അബ്ദുറഹ്മാൻ മുസാഫി, ഇങ്ങനെ പറയുന്ന ആളാണ്. ചെമ്പരിക്ക പിന്നീട് അവർ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരാളാക്കും. അയാൾ ആദ്യം പങ്കെടുത്ത ആ യോഗത്തിലാണ്. അയാളെ മുഷാവറയായി തെരഞ്ഞെടുത്തിട്ട് ആദ്യത്തെ പങ്കെടുത്തത് ആ യോഗത്തിലാണ്. ആ യോഗത്തിൽ അയാൾ ഇറങ്ങി വന്നതും പിന്നെ അവർ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുമോ ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് 11 പേർ ഇറങ്ങി വന്ന് ശേഷം എവിടെ വെച്ചാണ് പുനഃസംഘടിപ്പിച്ചത്? അവിടെ പത്രസമ്മേളനം നടത്തി. അങ്ങനെ രണ്ടാമത് ഞങ്ങൾ ടൗണിലാളിൽ എന്നാ എൻ്റെ ഓർമ്മ എല്ലാ മർക്കസിലോ ചേർന്നിട്ടാണ് പുനഃസംഘടിപ്പിച്ചത്. മർക്കസിൽ തന്നെ തോന്നുന്നു. 1989 ശേഷം സമസ്തയെ വളർത്തിയതിന് പിന്നിൽ നേരിട്ട അക്രമങ്ങളും സഹിച്ച ത്യാഗങ്ങളും അനുഭവ സഹിതം വിവരിക്കാം. ധാരാളം സ്ഥലങ്ങളിൽ കല്ലേറും ചീറ്റയും. ഏതുവരെ എന്ന് വെച്ചാൽ തൃക്കരിപ്പൂരിൽ തങ്ങൾ മുമ്പ് കാദിയായ സ്ഥലം എൻ്റെ നാട്. അവിടെ വെച്ച് നടന്നിരിക്കുന്ന യോഗം അലങ്കോലപ്പെട്ട് അനിഷ്ട സംഭവങ്ങൾ നടക്കുമെന്നിടത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് മഴയുണ്ടായി പിരിച്ചുവിടുകയും അജ്ഞാതമായ നിലയ്ക്ക് ഏബിനെ രക്ഷപ്പെടുത്തി മറ്റൊരു വഴിക്ക് അയക്കുക ചെയ്തത്. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ക്രമങ്ങളൊന്നും എടുത്തു പറയാൻ കഴിയുന്നതല്ല. അതൊക്കെ ദീനിനു വേണ്ടി ഞങ്ങൾ ത്യാഗം വരിച്ചു സഹിച്ചു എന്ന് മാത്രം ഒറ്റ വാക്കിൽ പറയട്ടെ. സമസ്തയുടെ രാഷ്ട്രീയ നയം. സമസ്തക്ക് ഒരു രാഷ്ട്രീയമായിട്ട് പ്രത്യേക ബന്ധം ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കണമെന്ന് ചിലർ കരുതിയിട്ട് ചില ഗൂഢനീക്കത്തിനാണ് ഇതിനൊക്കെ കാരണമായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയമായി സമസ്തയിലുള്ള ആലിമികൾക്ക് അഭിപ്രായം ഉണ്ടാവും, ഓരോരുത്തർക്കും ഉണ്ടാവാം. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം സമസ്തയിൽ പ്രവർത്തകനാകുന്നത് വരെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായിരുന്നു. പക്ഷേ സമസ്തൻ്റെ പ്രവർത്തകനായി മാറിയപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരു കണ്ണുകൊണ്ട് കാണണം എന്ന നിലക്ക് രാഷ്ട്രീയ ചിന്തയും രാഷ്ട്രീയമായ പ്രകടനവും ഞാൻ ഒഴിവാക്കിയെന്ന് മാത്രം. അത് ആണ് സമസ്തൻ്റെ അംഗീകൃത അഭിപ്രായവും തീരുമാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും സമസ്തക്ക് ബാധകമല്ലാതെ വ്യക്തിപരം എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ചിടത്തോളം കണക്കാക്കാൻ കഴിയൂ. ഇറങ്ങി വരാനുള്ള കാരണം പാഠപുസ്തകത്തിലെ പ്രശ്നമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. കാരണം അതൊന്നുമല്ല. അതൊക്കെ പിന്നെ അതിനോട് താപിയായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ടത് തന്നെയാണ് എന്നല്ലാതെ ആ കാരണം കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെ അവർക്ക് നേരത്തെ ഉദ്ദേശം ഉണ്ടായിരുന്നു പാഠപുസ്തകത്തിൽ മാറ്റാൻ. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ പിന്നെ എളുപ്പമായി, എതിർപ്പില്ലാതായി എന്ന് മാത്രം. സമസ്തയുടെ ഭരണഘടനയിൽ ചിലതിന് മാറ്റം വരുത്തണമെന്ന് ഉസ്താദ് എഴുതിയതായി വായിച്ചു. എന്ത് മാറ്റമാണ് ഉസ്താദ് ഉദ്ദേശിക്കുന്നത്? അതിപ്പോൾ അന്നിപ്പം പരിമിതമായിരിക്കുന്ന ആളുകളെ മാത്രമേ മുഷാവറ ആയിട്ട് 40 ആളെ മാത്രമേ അംഗീകരിച്ചുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അന്ന് അൽഫീം 10 തഫ്സീറും ഓതിയവരൊക്കെ മെമ്പർഷിപ്പ് ആവാം എന്നാണുള്ളത്. അതുപോലെ ഇന്നിപ്പം ധാരാളം മുതവ്വൽ പാസ്സായ ആലിമീകൾ തന്നെ ധാരാളമുള്ള സ്ഥിതിക്ക് അന്നത്തെ 10 തഫ്സീറും എന്ന ആ ഘനവും ആ നിലക്കുള്ളതിരിക്കുന്ന കഴിവും ഇല്ലാത്തൊരു നിലപാടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് പോരാ, കുറച്ചുകൂടി അതിന് കർശനമാക്കണം മെമ്പർഷിപ്പിന്. ഇങ്ങനെ പല കാരണങ്ങളും പറയാം. ഇരുസമസ്തക്കാരും സഅദിയിൽ അവകാശവാദം ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ സഅദിയുടെ അവകാശികൾ ആരാണ്? സഅദിയ എന്ന് പറയുന്നത് ആശയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത ഭൗതിക
വിദ്യാഭ്യാസം നൽകപ്പെടുന്ന ഒരു തലമുറ ഇവിടെ വളർന്നെങ്കിലേ ഭാവി സമുദായത്തിനും ദീനിനും ഉപകാരപ്പെടുകയുള്ളൂ എന്ന ആശയമാണ്. ആ ആശയം 71 മുശാവറ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതോട് കൂടിയാണ് പ്രയോഗത്തിൽ വരുത്താൻ ആരംഭിച്ചത്. അതിൽ ആദ്യത്തെ കണ്ണി അന്നത്തെ അവിഭക്ത കണ്ണൂർ ജില്ലാ സമസ്യയായിരുന്നു. അതിൻ്റെ ആദ്യത്തെ തീരുമാനം തന്നെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന് രൂപം നൽകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവണം, അതോടൊപ്പം മതവിദ്യാർത്ഥികൾ ഉയർന്നു പോകണം, അതിനായി മുത്തവൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം. ഈ 2 പദ്ധതിയാണ് ആദ്യം കണ്ണൂർ ജില്ല ആവിഷ്കരിച്ചത്. ഈ പദ്ധതിയായും കൊണ്ട് വേറെ ഏത് ജില്ലയോ അല്ലെങ്കിൽ മുശാവറ തന്നെയോ അംഗീകരിച്ചിട്ടില്ല. ആദ്യത്തെ അംഗീകരിച്ചതാണ്. ആ തീരുമാനമനുസരിച്ചുള്ള പ്രവർത്തനം 71 മുതൽ ആരംഭിച്ചിരുന്നു. അതേസമയത്ത് 71 മുതൽക്ക് തന്നെ മെഹ്റൂം അബ്ദുൽ ഖാദറാജിന്റെ നേതൃത്വത്തിൽ അയാളെ വീട്ടിൽ വെച്ച് സേദി അറബി കോളേജ് എന്ന പേരിൽ ആലിയുമായി തെറ്റിപ്പിരിഞ്ഞിട്ട് അയാൾ സ്ഥാപിച്ചിട്ടുണ്ട്. അന്ന് അയാളുടെ ഉപദേഷ്ടാവായിരുന്ന ചെമ്പിരിക്ക മരിച്ചുപോയ മർഹൂം ഖാദി മുഹമ്മദ് മുസ്ലിയാർ എന്നവരുടെ നിർദ്ദേശപ്രകാരം മൂപ്പര് തുടങ്ങിക്കൊടുത്തിരിക്കുന്ന ദർസ് സേദി അറബി കോളേജ് എന്ന പേരിൽ അത് 70 മുതൽ വരെ നടക്കുന്നുണ്ട്. അതിനാദ്യമായി ബോർഡിംഗ് മദ്രസകൾ ജില്ലയുടെ പല ഭാഗത്ത് ഞങ്ങൾ സ്ഥാപിച്ചു. അത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അത് ഒരേ വേദിയിൽ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെയും ദീനിയായിരിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെയും ഉയർന്ന പദവിയിലുള്ളയിരിക്കുന്ന സ്ഥാപനം വേണം എന്ന തീരുമാനം 77, 76, 77 ജില്ലാ മുശാവറ തീരുമാനിക്കും. ആ അടിസ്ഥാനത്തിൽ അതിന് പറ്റുന്ന സ്ഥലം കണ്ടെത്താൻ ഞാൻ ചെയർമാനായും കൊണ്ട് ജില്ലയുടെ നാനാഭാഗത്ത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദറാജി അയാൾ നടത്തുന്ന ആ അറബി കോളേജ് ഏറ്റെടുക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. അബ്ദുൽ ഖാദറാജി ആവശ്യപ്പെടുന്നത് അയാൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അയാൾ വേളിയിൽ 2 ഏക്കർ സ്വന്തം ജന്മമാക്കിയിട്ട് അയാളുടെ പേരിൽ വാങ്ങുകയും 2 ഏക്കർ പുറമ്പോക്ക് അതോടുകൂടി അങ്ങനെ 5 ഏക്കർ ചില്ലറയും ശേരിക്ക് വേണ്ടിയിട്ട് അയാൾ വാങ്ങി. അതോടൊപ്പം അതിനെ നടത്താൻ വേണ്ടി അയാളെ വീട്ടിൽ നടക്കുന്ന അവസരത്തിൽ തന്നെ നടത്താൻ വേണ്ടി കാസർഗോഡ് ഫിർദൗസ് ബസാറിൽ 71 റൂമുകൾ അതിനായും അയാൾ വാങ്ങി. അത് നടത്തുന്ന ആളുടെ കയ്യിൽ അയാൾ വിട്ടുകൊടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് അയാൾ ഞങ്ങളെ സമീപിക്കുന്നത്. അങ്ങനെ സമീപിക്കുന്ന പറഞ്ഞാൽ ഉള്ളാളും നിങ്ങൾ പ്രസിഡന്റായ കണ്ണൂർ ജില്ലാ സമസ്തയുടെ കമ്മിറ്റിനെ സമീപിക്കുന്നത്. അങ്ങനെ ആദ്യത്തിൽ എതിർപ്പുണ്ടായെങ്കിലും കണ്ണൂരിൻ്റെ വടക്ക് ഭാഗത്തായി പോയി എന്നുള്ള എതിർപ്പുണ്ടായെങ്കിലും പിന്നീട് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് അയാൾ മുഖേന സംസാരിച്ചു. ആ സംസാരിക്കുന്ന അവസരത്തിൽ അയാൾ കണക്കാക്കിയത് തങ്ങൾ പ്രസിഡന്റായ കമ്മിറ്റി അത് ഏറ്റെടുക്കുന്നത് അന്ന് അത് മാനേജ് ചെയ്യാൻ ഞാൻ അവിടെ നിൽക്കണം. അയാൾ നിർബന്ധമായിരുന്നു. ഞാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പം തങ്ങൾ നിർബന്ധിച്ചിട്ട് പറയിച്ചു, അല്ല ഇവനൊന്ന് രാജിവെച്ചിട്ട് അവിടെ നിൽക്കണം. അങ്ങനെ മുത്തവല്ലി സ്ഥാനം എന്നെ ഏൽപ്പിച്ചുകൊണ്ട് അത് കവർ ചെയ്യാനുള്ളയിരിക്കുന്ന ഒരു കമ്മിറ്റി എന്നുള്ള നിലക്കാണ് അയാൾ കണ്ണൂർ ജില്ലാ മുശാവറ ഏൽപ്പിച്ചിരിക്കുന്നത്. മുശാവറയ്ക്ക് നിൽക്കാക്കി കൊടുത്തതല്ല, അയാൾ വഖഫായ സാധനം, അയാൾ വഖഫാക്കിയ സാധനം അയാൾക്ക് മുത്തവല്ലിനെ നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. ആ മുത്തവല്ലിനെ എന്നെ നിശ്ചയിച്ചുകൊണ്ട് ആ മുത്തവല്ലി ചെയ്യുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലാ അമീത്തുല്ലമാന്റെ പ്രസിഡന്റ് തങ്ങളെ ഏൽപ്പിച്ചതാണ്. അന്നും ഇന്നും അതിൻ്റെ മുത്തവല്ലിയായി ഞാൻ പ്രവർത്തിക്കുന്നു. മാത്രമല്ല അന്നത്തെ ആദ്യത്തെ മനസ്സിൽ എഴുതി വെച്ചിരിക്കുന്ന നാളിറായി എന്നെ നിശ്ചയിച്ചു എന്നാണ്. മാനേജർ മലയാളത്തിൽ എഴുതിയ മാനേജറായതാണ്. അന്നത്തെ മിനിസ്റ്റർ പരിശോധിച്ചാൽ കാണാൻ കഴിയും. നാളിറായി, നാളിർ മുത്തവല്ലി എന്ന വാക്ക് ഷറയിൽ അറിയപ്പെട്ടത് കിതാബുകളിൽ എല്ലാം ഒരു സ്ഥാപനം നടത്തുന്ന മുത്തവല്ലിൻ്റെ പേരാണ് നാളിർ അല്ലെങ്കിൽ മുത്തവല്ലി. എഴുതി വെച്ചത് നാളിർ എന്നാണ്. ആ നവാറത്താണ് ഇന്നും നിർവഹിക്കുന്നത്. അപ്പൊ അതിന്റെ അധികാരം നവാറത്ത് എനിക്ക് തന്നെ വാക്കിപ്പ് എന്നെ ഏൽപ്പിച്ചത് എനിക്ക്. പിന്നീടുണ്ടായി 50 അതിന്റെ താപിയാണ്. ഇപ്പോഴുള്ള 50 ഏക്കർ സ്ഥലം അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ താപിയാണ്. അതിന്റെ 2.25 അയാൾ വഖഫാക്കി 2.25 മാത്രം, ബാക്കി 2.25 പുറമ്പോക്കാണ് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയത്. പക്ഷെ ആ വാക്കിഫ് അയാളാ. വാക്കിഫ് ഏൽപ്പിച്ച മുത്തവല്ലിയാണ് ഞാൻ. പിന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം അവകാശ ഭാഗത്തിന് എന്തർത്ഥമുള്ളതെന്ന് ആലിമീകൾ തീരുമാനിക്കണം. അല്ലെങ്കിൽ ഇൽമുള്ള ആൾ മറുഭാഗത്തുണ്ടെങ്കിൽ അവർ ചർച്ച ചെയ്തിട്ട് മറുപടി പറയണം.
അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. അങ്ങനെ അത് ഏറ്റെടുത്ത് അതിന് മുമ്പ് തന്നെ ആ ആശയം ഞാൻ നടപ്പിലാക്കിയിരിക്കുന്നു. 74 മുതൽ 78 വരെ പിന്നെ ഞാൻ തലപ്പറമ്പിലായിരുന്നു. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ശംസുൽ അടക്കമുള്ള ഞങ്ങൾ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് MA ബിരുദം സെർസി എന്ന് പാസ്സാകുന്ന ഒരു കുട്ടിക്ക് മുഖത്തസറിൻ്റെ സനത് കൊടുക്കാവുന്നതിട്ട് പദ്ധതി ആവിഷ്കരിക്കുകയും അതിൻ്റെ പ്രവർത്തനം നടക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ലീഗിൻ്റെ പിന്നിപ്പോണ്ട് ഞങ്ങൾക്ക് കിടന്ന് സ്ഥലം വിടേണ്ടി വന്നു. അതുകൊണ്ട് പൂർത്തിയാക്കാനും സനത് കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അൽഹംദുലില്ലാ അതിൻ്റെ സന്തതികൾ ഇന്ന് നിങ്ങൾക്ക് സിറാജുൽ പത്രാധിപനായിരിക്കുന്ന കടമേരി, മണപ്പാല്, മറ്റേ ഡിഫൻസിലുള്ള കോയമ്മ, ഇരിക്കൂർ, പിന്നെ അതുപോലെ തന്നെ ഷെയ്ദ് തുടങ്ങിയ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ആശയം സൗദിയിലോ മർക്കസിലോ തുടങ്ങിയെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. വാസ്തവത്തിൽ അതല്ല. ആശയം പ്രായോഗികമാക്കിയ 2 സ്ഥാപനങ്ങൾ, അത് 78 സൗദി ആരംഭിച്ചു. അതിൻ്റെ സ്ഥാപിയായും കൊണ്ട് മർക്കസും പ്രവർത്തിക്കുന്നു. ഇന്ന് ഏറ്റവും വിജയിക്കുന്ന മർക്കസാണ് സൗദി. 2ാം നമ്പറായിട്ട് പ്രവർത്തനത്തിൽ കാണുന്നത് അത്. പക്ഷേ ചരിത്രത്തിൽ ആദ്യത്തെ സൗദിയാണ്. അപ്പോൾ അതിൻ്റെ പാശ്ചാത്തലവും ഇതാണ്. അങ്ങനത്തെ ഒരു സാധനത്തെ ആരെങ്കിലും അവകാശം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് അവർ അള്ളാഹിറ്റായിക്കോട്ടെ എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഓതിയ കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ മുത്തവല്ലി നാദിറാക്കി വാക്കിഫ് മുത്തവല്ലിയാക്കി ഏൽപ്പിച്ചത് ഞാൻ അതിൻ്റെ കൃത്യം നിർവഹിക്കുന്നുണ്ട്. അന്ന് തങ്ങളെ ഏൽപ്പിച്ച കമ്മിറ്റിയുടെ നിർദ്ദേശം എപ്പോഴും മാനിക്കുന്നുമുണ്ട്. കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി ഏൽപ്പിക്കുന്ന വേളയിൽ MA ഉസ്താദ് ഉണ്ടായിരുന്നില്ല എന്ന വസ്തുത പച്ചക്കളവ് ഏൽപ്പിക്കുമുണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അയാൾ അഭിപ്രായപ്പെടുമ്പോൾ ആദ്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അയാൾ ആദ്യം അപേക്ഷിച്ചത് മരിച്ചുപോയ PA മുസ്ലിയാരും മുസമിലാറും ചിത്താരി ദർശനത്തുമ്പോൾ അവരെടുത്ത് ആദ്യം സമീപിച്ചത്. പിന്നെ അതിന് ശേഷമാണ് എന്നെ സമീപിച്ചത്. പിന്നെയാണ് തങ്ങളെ സമീപിച്ചത്. പിന്നെ അത് ഒരുമിച്ച് ഏറ്റെടുക്കുന്ന അവസരത്തിൽ തങ്ങളുടെ നേതൃത്വത്തിൽ എന്നെയാണ് മുത്തവല്ലിയ ഏൽപ്പിച്ചത്. പിന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. സൗദിയുടെ പഴയകാല നേതാക്കന്മാരാരെല്ലാമാണ്? അബ്ദുൽ ഖാദർ ഹാജി തന്നെ, പിന്നെ ബഹുമാനപ്പെട്ട PA അബ്ദുള്ള മുസ്ലിയാർ, പിന്നെ കലക്ടർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഖജാൻജിയായിട്ട് അധികം ഉണ്ടായ അഹമ്മദ് ഹാജി, ബേവിഞ്ച് അഹമ്മദ് ഹാജി തുടങ്ങിയിരിക്കുന്ന, അതുപോലെ തന്നെ 2 ജില്ലകളിൽ ഇരിക്കുന്ന മുഷാവറിൻ്റെ മുഖ്യന്മാരൊക്കെ അതിൻ്റെ മെമ്പർമാരായിരുന്നു. അത് ആ സൗദിക്ക് മാത്രമുള്ള വിശേഷമാണ്. 3-1 ജനറൽ ബോഡി മെമ്പർമാരും 3-2 ജില്ലയിലുള്ള മുഷാവർ മെമ്പർമാരായിരിക്കണം എന്നുള്ളത്. അതങ്ങനെ തന്നെ തുടരുന്നുണ്ട്, ഒരു മാറ്റവും വരാതെ. സൗദിയുടെ ശ്രദ്ധേയമായ സമ്മേളനം ആദ്യത്തെ സമ്മേളനമാണ്. ആദ്യത്തെ സന്നദ്ധാന സമ്മേളനം. അന്ന് 2 ജീവികളും വിഘടിച്ച് അന്യോന്യം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു വിഭാഗം തൊപ്പിനെ ആക്ഷേപിക്കുകയും മറുവിഭാഗം തലപ്പാവിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് സൗദിയുടെ ആദ്യത്തെ സമ്മേളനം. അന്ന് 2 വിഭാഗത്തിൽപ്പെട്ട നേതാക്കളായ ബഹുമാനപ്പെട്ട മർഹൂം ഉമർ ബാഫക്കി തങ്ങളും അതുപോലെ തന്നെ മർഹൂം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും 2 പേരും ഒരേ വേദിയിൽ ഇരുന്നു കൊണ്ട് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ഉമർ ബാഫക്കി സംവിധാന സമ്മേളനം നടത്തുകയും ചെയ്ത ഒരു ചരിത്രം വേറെ ആർക്കും അവകാശപ്പെടാനില്ലാത്ത ചരിത്ര ആദ്യത്തെ സമ്മേളനം. അതെന്നും ആവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹം, പക്ഷേ നടക്കുന്നില്ല ഈ പാരമ്പര്യം കൊണ്ട്. സൗദിയുടെ സന്ദേശം ഇന്ന് പുറമ്പിൻ്റെ ദിവസത്തോടു കൂടി മർക്കസും സൗദിയും മുഖേന ഇന്ത്യയുടെ നാനാഭാഗത്തും സമന്വയ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ശുക്ർ. അതേസമയത്ത് സൗദിയ നഴ്സറി മുതൽക്ക് ഡിഗ്രി വരെ ഭൗതികവും നഴ്സറി മുതൽക്ക് തഖസ്സുസ് വരെ ദീനും, ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരു സ്ഥാപനം ആദ്യമായി കാഴ്ചവെച്ചതും 40ാമത്തെ വാർഷികം ഈ ജനുവരി 9-10 നടക്കാൻ പോവുകയാണ്. ആ സന്ദേശം ഇന്ത്യയുടെ നാനാഭാഗത്തും പ്രതിഫലിക്കുകയും മാത്രമല്ല ലോകത്തിൽ തന്നെ അതൊരു പ്രായോഗിക പദ്ധതിയാക്കി സ്വീകരിച്ചാൽ ഭാവിയിൽ ഈ കാണുന്നതിരിക്കുന്ന നേതൃത്വത്തിൻ്റെ അഭാവം കൊണ്ട് ദീനിൻ്റെ ഒരു ക്ഷതം ഇല്ലാതാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുതന്നെയാണ് സമുദായത്തിന് ഞങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. അതാണ് മതം അറിയുന്നതോട് കൂടി ഭൗതികമായി കഴിവ് ആർജിക്കുന്ന ഒരു തലമുറ. അങ്ങനെയുള്ള തലമുറ സമുദായത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ രംഗത്ത് വരണം. വന്നു കഴിഞ്ഞാലേ സമുദായത്തിന്
നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. മാത്രമല്ല ഭീകരതയും വർഗീയതയും ഇല്ലാത്ത ഒരു ശാന്തമായ അവസ്ഥ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന ആ സന്ദേശം ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് സേദിയുടെ സന്ദേശം. Truly He is the one, He has no father or son. Truly He is the one, He has no father or son. Everything in creation was by Him begun. Everything in creation was by Him begun. With His infinite power, anything could be done. With His infinite power, anything could be done. Ask Allah for His pardon. Ask Allah for His pardon, and you'll enter the garden. He was illiterate and he was an orphan. Yet Allah sent him to those who were pagan. Yet Allah sent him to those who were pagan. Oh Allah, let us drink. Oh Allah, let us drink from His hand in the fountain.